അപ്പൊ മീശ ഇല്ലാത്ത പാസ്റ്റർ കേരളത്തിലെ പാസ്റ്ററുടെ പൈസ ഉണ്ട്, മീശ ഉള്ള ആന്ധ്രയിലെ പാസ്റ്ററുടെ പൈസ ഇല്ല. അപ്പൊ കേരളത്തിലെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിനക്ക് എത്ര വേണേലും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കൺമുമ്പിൽ, എത്ര പൈസ വേണേലും ഞാൻ മാസം തരാം, മീശ എടുക്കണം. പുള്ളി പറഞ്ഞു, നിങ്ങൾ എത്ര തന്നാലും ഞാൻ മീശ എടുക്കൂല. മനുഷ്യന്റെ നീതി സ്ഥാപിക്കാം. എന്നോട് ഒരാൾ പറയാം, അപ്പൊ ഞാൻ ആന്ധ്ര ചെന്നപ്പോൾ എനിക്ക് ആദ്യം മീശ ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിലൊരു യോഗത്തിന് വന്നപ്പം ആ യോഗം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ മണവാട്ടിക്ക് മീശ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണവാട്ടിക്ക് സാരി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അത് പുള്ളിക്കില്ല. പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ എടുക്കാതെ പഴയ നിയമത്തിൽ നിന്ന് മാത്രം ഈ ദശാംശം നമ്മൾ കറക്റ്റായിട്ട് എന്തിനെടുത്ത് പൊക്കിയെടുത്തെന്നറിയോ? എന്തിനാണെന്നറിയോ? ഞാൻ പറയാതിന്റെ രഹസ്യം, ആ 10 രൂപയെങ്കിലും ആരെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാ. ആ റൂളും കൂടെ ഇല്ലെങ്കിൽ നയ പൈസ നമ്മൾ കൊടുക്ക മാട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള പ്രോമിസുകളെല്ലാം നിറവേറുന്ന ഒരു 500 വർഷമെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കണം. 613 കൽപ്പന കൊടുത്ത് അതെല്ലാം അനുസരിച്ചവൻ പരീശൻ, ഒന്നും അനുസരിക്കാത്തവൻ പാപി. ഇവരിൽ ആരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും? ആരെ കൊണ്ടുപോകാൻ പറ്റും? ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ കാര്യം, അനുസരിക്കുന്നവർ ആരായി മാറുന്നു? അവർ സ്വയനീതിക്കാരും മറ്റുള്ളവരെ വിധിക്കുന്നവരും സ്നേഹമില്ലാത്തവരും. ഞാൻ എൻ്റെ കഥ കഴിഞ്ഞ മുമ്പത്തെ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നന്നാകാൻ വേണ്ടി നിയമങ്ങൾ അനുസരിച്ച് ഓരോരോ നിയമങ്ങൾ അനുസരിക്കുമ്പോഴും നിയമം അനുസരിക്കാത്തവരോടുള്ള പുച്ഛം, വിഷമം, ദേഷ്യം, അവൻ എന്താ നിയമം അനുസരിച്ചാൽ എന്നുള്ള ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വളർന്നു വന്ന് എല്ലാവരെയും വെറുക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറി. ഇതാ പരീശന്മാർക്ക് സംഭവിക്കുന്നത്. കൽപ്പനകൾ അനുസരിക്കുന്നതോറും അനുസരിക്കാത്തവരോട് നമുക്ക് പുച്ഛം ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഇല്ലയോ? അപ്പം മനുഷ്യരെ പകയ്ക്കുന്ന ഒരുത്തനെ വേണം കർത്താവിനോട് കൊണ്ടുപോകാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഇപ്പൊ ഇവനെ എങ്ങനെ രക്ഷിക്കാം? സ്വയനീതി ഉണ്ടാകരുത്. ഓക്കെ, പോയിന്റ് നമ്പർ 1. 2, പാപി ആയിരിക്കുകയും ചെയ്യരുത്. കൽപ്പന അനുസരിക്കുകയും വേണം, എന്ന സ്വയനീതി ഉണ്ടാവുകയും ചെയ്യരുത്. എങ്ങനെ? കർത്താവിന്റെ പ്ലാൻ എന്താ? നമ്മുടെ പ്ലാൻ എന്തോ? നമുക്കൊരു പ്ലാനും ഇല്ല. ലോകത്തിലെ ഏത് ബുദ്ധിമാൻ ആലോചിച്ചാലും ഈ സമയത്ത് മനുഷ്യനെ രക്ഷിക്കാൻ ഒരു പദ്ധതിയില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവർ ആലോചിച്ചോ? ചോദിച്ചോണ്ടിരിക്കും, നമ്മളെക്കുറിച്ച് എങ്ങനെ പൗലോസ് ഇത്രയും നാൾക്ക് മുമ്പ് അറിഞ്ഞു തന്നല്ലേ? അല്ലേ? എത്ര 2000 വർഷങ്ങൾക്ക് മുമ്പ് IPC-കാരെ കുറിച്ചും ചർച്ച് ഓഫ് ഗോഡുകാരെ കുറിച്ചും എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ? അവർക്ക് ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവുള്ളവരെങ്കിലും പരിജ്ഞാനം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിയുടെ വചനം, അതിന്ന് ഞാൻ വിശദീകരിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നീതിയുടെ വചനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊരു വിശദീകരണത്തിലേക്ക് നമുക്കിന്ന് പോവാം. ഈ നീതിയുടെ വചനം എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തു എന്ന പകരക്കാരൻ എവിടെയാണ് എന്നും കൂടെ നമുക്ക് മനസ്സിലാവും. ഹൗ ക്യാൻ വി എക്സ്പീരിയൻസ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്? റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. എന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അപ്പോൾ ഒരു വലിയ കല്ലിരിപ്പുണ്ട്, അതിന്റെ പേര് ഇടർച്ചക്കല്ലെന്നാണ്. അത് ആരാ തട്ടി വീഴുന്നറിയോ? പ്രവർത്തിക്കുന്നവരാണ് തട്ടി വീഴുന്നത്, വിശ്വസിക്കുന്നവരല്ല. ഉദാഹരണത്തിന് അതുകൊണ്ടാണ് ജാതികൾക്ക് നീതി ലഭിക്കുകയും പരീശന്മാർക്ക് ആ നീതി ലഭിക്കാതെ പോവുകയും ചെയ്തത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഒരു പെന്തക്കോസ്തുകാരനും യാക്കോബക്കാരനായിട്ട് കമ്പയർ ചെയ്ത് വെയിറ്റ് എടുക്കുന്ന കാര്യം ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മുടെ അതേ ഉദാഹരണം, ഈ പ്രവൃത്തിയാൽ അന്വേഷിക്കുന്ന യഹൂദനും വിശ്വാസത്താൽ ഇത് കിട്ടിയ ജാതിയെയും താരതമ്യപ്പെടുത്താൻ വേണ്ടി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യഹൂദൻ ഇങ്ങനെ എല്ലാ പ്രമാണങ്ങളും എത്രയുണ്ട് ഓർമ്മയുണ്ടോ? എത്രയുണ്ട്? 613 പ്രമാണങ്ങൾ ഇവനിങ്ങനെ അനുസരിച്ച് എന്ത് കഷ്ടപ്പെട്ട് കാണും അല്ലേ? സത്യം പറഞ്ഞ് ന്യായപ്രമാണം അനുസരിക്കാൻ വേണ്ടി ഒരു പാടോർക്കുമ്പം അവൻ എന്തെങ്കിലും സ്വർഗം കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു പോകും. അത്ര കഷ്ടപ്പെട്ടാണ് അവൻ 613 കൽപ്പനകൾ അനുസരിച്ചിരിക്കുന്നത്. അത് വളരെ വലിയ അഭ്യസനമാണ്. അവൻ ഓരോ കൽപ്പന അനുസരിക്കുമ്പോഴും, നിങ്ങൾക്കറിയാം, ഓരോ കൽപ്പന അനുസരിക്കുമ്പോഴും അനുസരിക്കാത്തവരോടുള്ള പുച്ഛം നമ്മുടെ ഉള്ളിൽ വളർന്നു വരും. ഒന്നും വേണ്ട, ട്രാഫിക്കിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുത്തൻ ട്രാഫിക് തെറ്റി ഓടിച്ചാൽ നമുക്ക് അവനോട് എന്താ തോന്നുന്നത് പറ? എന്തോ ഒരു സ്നേഹമോ തോന്നുന്നറിയോ? സ്നേഹമാണോ തോന്നുന്നത്? എന്നേക്കാൾ മോശമായ ഒരാളെ കണ്ടതിന് ആശ്വാസം ഉള്ളിലുണ്ട് ശരിക്കും. കാരണം നമ്മൾ കമ്പാരിസണിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്.
അവനേക്കാളും ഞാൻ ഭേദമാണല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ സ്വയനീതി വർക്ക് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ, ഐ ആം ഡിഫറെന്റ് കേട്ടോ. അപ്പോൾ ഇവനെ പോലെ ഞാൻ അല്ലായികയാൽ നിന്നെ ഒരൊറ്റ സൽപ്രവൃത്തി ചെയ്താൽ മതി. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു ഫാൻ മേടിച്ചൊരു ചർച്ച കൊടുത്താൽ മതി, അതിൻ്റെ ഗമ പോലെ. അപ്പം എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാത്തവനെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവനെ നോക്കുന്ന നമുക്ക് ആശ്വാസം. മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ആശ്വാസമല്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യഹൂദന്മാർ ഓരോരോ പണി ചെയ്യുമ്പോഴും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രിയന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ 5 കിലോ പൊക്കി 10 കിലോ ഇങ്ങനെ വെയിറ്റ് എടുത്തെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പം ജാതി ഇപ്പുറത്ത് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്, അവൻ ഒരു പണിയും ചെയ്യുന്നില്ല. അപ്പോൾ ഇവൻ ആലോചിക്കണ്ട, ഞങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരാ, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവന്മാരെ കണ്ടോ, അവരെ കണ്ടോ തലമുടി വെച്ചേക്കുന്നത് എങ്ങനെ നോക്കി, അത് നമ്മൾ പറയത്തില്ലേ, അവൻ്റെയൊക്കെ വേഷം കണ്ടില്ലേ, അവനൊക്കെ റോഡിൽ കൂടെ കറങ്ങണം. ഞങ്ങൾ കണ്ടോ കൃത്യസമയത്ത് എവിടെ നിന്നു. ഇന്ന് അവസാനത്തെ ദിവസം ആയതുകൊണ്ട് ഞാനിതങ്ങനെ പറയുന്നത്. ഇപ്പം നാളെ കൃത്യസമയത്ത് വരാതിരിക്കില്ലല്ലോ ഇനി എന്ന് പറഞ്ഞാൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവരെക്കാളും നമ്മൾ ആരായി മാറി? നന്നായി മാറി അല്ലേ? ഇപ്പോൾ ഓരോ പ്രവൃത്തികളും നമുക്ക് എന്തുണ്ടാക്കി? ഇങ്ങനെ ഉണ്ടാക്കി സ്വയനീതി ഉണ്ടാക്കി നമ്മൾ പ്രവൃത്തികളാൽ ബെറ്ററായി 10 കിലോ എടുത്തു, 50 കിലോ എടുത്തു, 100 കിലോ എടുത്തു, അവസാനം 150 കിലോ എടുത്ത് പൊക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അവനെയാണ് പരീശൻ എന്ന് വിളിക്കുന്നത്. കഠിനാധ്വാനിയാണ്. ഇപ്പോഴത്തെ ഒരു ചുങ്കക്കാരനുണ്ട്, 1 കിലോ പോലും അവൻ്റെ ജീവിതത്തിൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇവിടെ നീതി അന്വേഷിക്കാത്ത ഒരു ജാതിയനും നീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ച് അഭ്യസനം വന്ന ഒരു യഹൂദനും, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് വന്ന് ഇറങ്ങി വന്ന അവരിൽ ആരെയായിരിക്കും ഇഷ്ടപ്പെടുന്നത്? ഈ നീതി അന്വേഷിച്ച് കഷ്ടപ്പെട്ടവനല്ലേ? അല്ലെ, നമ്മളെല്ലാം നീതിമാനെന്ന് വിളിക്കുന്ന ആരെയായിരിക്കുള്ളൂ? പക്ഷെ ദൈവം സ്വർഗത്തിൽ നോക്കി അവൻ തീരുമാനിച്ചു ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയോ? ഇവനെ കൊണ്ടുപോയാൽ ഇവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു നീതി പോലും ഇവനില്ലെങ്കിലും ഇവൻ ആരായിട്ടാ നിൽക്കുന്നത്? എവിടെ? വലിയ നീതിമാനായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അവന് നീതി ഇല്ല എന്നൊരു ബോധമില്ല, പാപബോധമില്ല, നുറുക്കമില്ല. അവൻ അതിൽ തികഞ്ഞു എന്ന് വിശ്വസിച്ചിരിക്കുക. അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായിരിക്കും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൽപ്പനകൾക്ക് ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. കൽപ്പന ഒരുത്തൻ അനുസരിച്ചാൽ അവൻ സ്വയനീതിക്കാരൻ, അനുസരിച്ചില്ലെങ്കിൽ അവൻ പാപി. എങ്ങനെ മനുഷ്യരെ രക്ഷിക്കും? പറ. ഇതാണ് മനുഷ്യന് മനസ്സിലാകാത്തൊരു പ്രശ്നം. 613 കൽപ്പന കൊടുത്ത് അതെല്ലാം അനുസരിച്ചവൻ പരീശൻ, ഒന്നും അനുസരിക്കാത്തവൻ പാപി. ഇവരിൽ ആരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും? ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ കാര്യം, അനുസരിക്കുന്നവരെ ആരായി മാറുന്നു? അവർ സ്വയനീതിക്കാരും മറ്റുള്ളവരെ വിധിക്കുന്നവരും സ്നേഹമില്ലാത്തവരും. ഞാൻ എൻ്റെ കഥ കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നന്നാകാൻ വേണ്ടി നിയമങ്ങൾ അനുസരിച്ച് ഓരോരോ നിയമങ്ങൾ അനുസരിക്കുമ്പോഴും നിയമം അനുസരിക്കാത്തവരോടുള്ള പുച്ഛം, വിഷമം, ദേഷ്യം, അവൻ എന്താ നിയമം അനുസരിച്ചാൽ എന്നുള്ള ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വളർന്നു വന്ന് എല്ലാവരെയും വെറുക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറി. ഇതാ പരീശന്മാർക്ക് സംഭവിക്കുന്നത്. കൽപ്പനകൾ അനുസരിക്കുന്നതോറും അനുസരിക്കാത്തവരോട് നമുക്ക് പുച്ഛം ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഇല്ലയോ? അപ്പം മനുഷ്യരെ പകയ്ക്കുന്ന ഒരുത്തനെ വേണം കർത്താവിനെ എവിടെ കൊണ്ടുപോകാൻ? സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഇപ്പം ഇവനെ എങ്ങനെ രക്ഷിക്കാം? സ്വയനീതി ഉണ്ടാകരുത്. ഓക്കെ, പോയിന്റ് നമ്പർ 1. 2, പാപി ആയിരിക്കുകയും ചെയ്യരുത്. കൽപ്പന അനുസരിക്കുകയും വേണം, എന്ന സ്വയനീതി ഉണ്ടാവുകയും ചെയ്യരുത്. എങ്ങനെ? കർത്താവിന്റെ പ്ലാൻ എന്താ? നമ്മുടെ പ്ലാൻ എന്തോ? നമുക്കൊരു പ്ലാനും ഇല്ല. ലോകത്തിലെ ഏത് ബുദ്ധിമാൻ ആലോചിച്ചാലും ഈ സമയത്ത് മനുഷ്യനെ രക്ഷിക്കാൻ ഒരു പദ്ധതിയില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവർ ആലോചിച്ചോ? കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഈ 150 കിലോ എടുത്തു പൊക്കിയവനെയും 1 കിലോയും പൊക്കാത്തവനെയും ഒരുപോലെ രക്ഷിക്കാനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, 2 പേർക്കും എടുത്താൽ പൊങ്ങാത്ത ഒരു 500 കിലോയുടെ വെയിറ്റ് കാണിച്ചു കൊടുക്കുക. ഇതെടുക്കാത്തവനൊന്നും സ്വർഗത്തിൽ കയറില്ല എന്ന് പറയാ. എന്തി ഇതാണ് എക്സാക്ട്ലി സംഭവിച്ചത്. ഇപ്പൊ പ്രവൃത്തിയാൽ എടുക്കുന്നവൻ 500 കിലോ എങ്ങനെ എടുക്കാൻ നോക്കിയെന്നറിയാം? അവന്റെ പ്രാക്ടീസ് എന്തോ? പ്രവൃത്തിയാൽ എടുക്കാന്നുള്ള അല്ലേ? അവൻ വന്നിട്ട് 500 കിലോ എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ എന്താ പറയുന്നത്? ദൈവം നമുക്ക് കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയണേ. ദൈവം നമുക്കൊരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന കൽപ്പനയെ തരുള്ളൂ. എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ട്? ഞാൻ എഗ്രി ചെയ്യുന്നില്ല.
കേട്ടോ ശരിക്ക്. ദൈവം നമുക്കൊരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന കൽപ്പന തരുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു? നമ്മളെല്ലാം ഒരു കാലത്ത് അങ്ങനെ കരുതിയിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്നറിയോ? ദൈവം കൽപ്പനകളെ വെളിപ്പെടുത്തുമ്പോൾ, അവന്റെ നീതിയെ വെളിപ്പെടുത്തുമ്പോൾ, അയ്യോ ദൈവമേ എന്ന് വിളിച്ച് അലറാവുന്ന രീതിയിലാണ് കൽപ്പനകൾ വെളിപ്പെടുത്തിയത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അയ്യോ ദൈവമേ ഞാൻ പാപിയാണേ എന്ന് അലറി വിളിക്കാവുന്ന രീതിയിലാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടത്. അനുസരിക്കാവുന്ന രീതിയിലല്ല. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകും. അയ്യോ ദൈവമേ എന്ന് പറയുമല്ലാതെ. ഇവിടെയാണ് മനുഷ്യൻ ബ്രോക്കൺ ആകുന്നത്. അതായത് യേശുവിന്റെ നീതിയുടെ മുമ്പിൽ എല്ലാ മനുഷ്യരും, പരീശനും ചുങ്കക്കാരനും സകലരും ബ്രോക്കണാണ്. പക്ഷെ പരീശന്മാർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അവരുടെ പഴയ പ്രാക്ടീസ് വെച്ച് ഇത് അനുസരിക്കാൻ സാധിക്കുമെന്നവര് വിചാരിച്ചു, പ്രവൃത്തിയാൽ സാധിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അവരെ കൊണ്ടത് കഴിഞ്ഞില്ല. വിശ്വാസികൾ എന്ത് ചെയ്തു? ഈ ജാതികൾ എന്ത് ചെയ്തു? 500 കിലോ വേണമെന്ന് അത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഉള്ളിൽ കരച്ചിലുണ്ടായി, നിലവിളിയുണ്ടായി. അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് അവരെ രക്ഷിച്ചു. 500 കിലോ വെയിറ്റ് കണ്ട എന്ത് വിളിച്ചോണം? കർത്താവെ പാപിയായ എന്നോട്. ഇത് നിലവിളിപ്പിക്കാൻ വേണ്ടിയാണ് നീതി വെളിപ്പെട്ടത്. കാരണം യേശുവിന്റെ നീതി പ്രവൃത്തികളെ അല്ല ഉളവാക്കുന്നത്, യേശുവിന്റെ നീതി ഉളവാക്കുന്നത് വിശ്വാസത്തെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ നീതി വിശ്വാസത്തിനായും, അല്ല വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രം ഫെയ്ത്ത്, അല്ല ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫോർ ഫെയ്ത്ത് എന്നാണ്. അതാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. എ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് വാസ് റിവീൽഡ് ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രം ഫെയ്ത്ത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിന് വേണ്ടിയും. വിശ്വാസത്തിന് വേണ്ടി നീതി, വിശ്വാസത്തിൽ നിന്ന് നീതി. ചില ട്രാൻസ്ലേഷൻസിൽ ഇത് ഫ്രം വൺ ഡിഗ്രി ഓഫ് ഫെയ്ത്ത് ടു അനദർ ഡിഗ്രി ഓഫ് ഫെയ്ത്ത് എന്നുണ്ട്. അത് തെറ്റാണ്. ദാറ്റ്സ് നോട്ട് ദ കറക്റ്റ് ട്രാൻസ്ലേഷൻ. മലയാളത്തിൽ കറക്റ്റ് ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ഹിന്ദിയിൽ കറക്റ്റ് ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ESV ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ കറക്റ്റ് ലിറ്ററലി അങ്ങനെ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫോർ ഫെയ്ത്ത് ആണ്. വിശ്വാസത്തിൽ നിന്നും വിശ്വാസം ഉണ്ടാകുന്നതിനും. അതെങ്ങനെയാണ്? അതായത് ഒരു നീതി വെളിപ്പെടുമ്പോൾ, ശ്രദ്ധിക്കണം, ഒരു നീതി വെളിപ്പെടുമ്പോൾ ആ നീതിയിൽ നിന്ന് വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിലൂടെ ഈ നീതി നമുക്ക് സ്വന്തമാവുകയും ചെയ്യുന്നു. അതാണ്. When a righteousness is revealed, faith is generated from that righteousness, and righteousness can be claimed only by that faith. വിശ്വാസം എന്ന ബ്രിഡ്ജ് ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പാടിൽ നിന്ന് ഇങ്ങോട്ടാണ് പണിയപ്പെടുന്നത്. ആ പാലത്തിലൂടെ അങ്ങോട്ടാണ് നമ്മൾ വിശ്വാസത്തെ നേടിയെടുക്കുന്നത്. അതായത് faith is a bridge that connects God to man, not man to God. യേശുവിന്റെ നീതിയുടെ വചനം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വചനം ഹൃദയത്തെ തുറക്കും. തുറക്കുന്നത് എങ്ങനെയാണ്? അതാണ് പാലം. അത് എവിടെ നിന്ന് എങ്ങോട്ട് വരുന്ന പാലമാണ്? ഉയരത്തിൽ നിന്ന് നമ്മുടെ നേരെ വരുന്ന പാലമാണ്. ആ പാലത്തിലൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? വിശ്വാസത്തെ. ഈ വിശ്വാസം ഉണ്ടാകുന്നത് നീതിയാലാണ്, നീതി ഉണ്ടാകുന്നതും വിശ്വാസത്താലുമാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ശരി, ഇതിനൊരു വാക്യം കൂടെ പറഞ്ഞ കാലേ, അതല്ല നല്ലത്. 2 പത്രോസ് 1:1 വായിച്ച്. 2 Peter 1:1. 2 Peter 1:1. ആ, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഈ വിശ്വാസം എങ്ങനെ എനിക്ക് കിട്ടിയെന്നറിയോ? ഈ വിശുദ്ധ വിശ്വാസം എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ? സുവിശേഷത്തിലെ നീതി എനിക്ക് വെളിപ്പെട്ടപ്പോഴാണ്. ആ നീതിയാണ് എൻ്റെ കണ്ണ് തുറക്കുന്നത്. ഐ ആം ഇൻകേപ്പബിൾ, ഓൺലി ഗോഡ് ക്യാൻ ഡു ഇറ്റ്. വിശ്വാസം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് എന്താണ്? ആ നീതിയുടെ വെളിപ്പാടാണ്. ഇനി ആ നീതി എനിക്ക് എങ്ങനെ കിട്ടുന്നേ? അത് എന്നിലുളവായ ഈ വിശ്വാസത്താലാണ് ആ നീതി എനിക്ക് ലഭിക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഇത് ബാക്കി വാക്യം മനസ്സിലാവും. ഓക്കെ, 10-ാം അധ്യായം 10-ാം വാക്യം 31-ാം വാക്യം. നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേൽ ആ പ്രമാണത്തിൽ എത്തിയില്ല. അത് എന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അപ്പൊ യേശുവിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ ദാറ്റ് വാസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഫോർ ഓൾ ദോസ് ഹു ട്രൈ ടു ഒബേ ദ ലോ ബൈ വർക്ക്.
പ്രവൃത്തികളാൽ ഇത് പൂർത്തീകരിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നീതി ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരുന്നു, ഒരു ഇടർച്ചക്കല്ലായിരുന്നു. അടുത്ത വാക്യം, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ പ്രവൃത്തിയാൽ എടുക്കാൻ പോകുന്നവനെല്ലാം ലജ്ജിച്ചു പോകാനും അവർ നിലവിളിച്ച് വിശ്വാസത്താൽ അത് നേടാനും വേണ്ടിയാണ് എന്തു വെച്ചത്? നമ്മളെ കൊണ്ട് അപ്രാപ്യമായ ഒരു നീതി ദൈവം വെളിപ്പെടുത്തിയത്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പം എനിക്ക് പറ്റാത്തൊരു നീതി വരുന്നു, ഒരു 500 കിലോ വെയിറ്റ് ആണ്. അപ്പൊ ഞാനിത് കർത്താവേ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് നിലവിളിക്കുന്നു. ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാനല്ല ക്രിസ്തു അത്രേ, ഞാൻ വിശ്വാസത്താൽ അവന്റെ ജീവൻ ജീവിക്കുന്നു. അപ്പൊ പകരക്കാരൻ എന്ത് ചെയ്യുന്നു? 500 കിലോ പൊക്കുന്നു എന്ന് വിചാരിച്ചോ? ഈ പകരക്കാരൻ 500 കിലോ പൊക്കി എൻ്റെ ഗമ ആർക്കായിരിക്കും? സ്വയനീതി എനിക്ക് ഉണ്ടാവോ? ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞ് ചിരിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ഡോക്ടർ ജീവിതത്തിൽ പറയോ ഞാൻ അവനെ നോക്കി ചിരിച്ചു എന്ന്? പറയല. എന്തുകൊണ്ട് പറയല? 2 ആഴ്ച നോക്കിയിട്ട് തോറ്റുപോയതാണ്, നടന്നിട്ടില്ല. ഞാനല്ല പകരം ക്രിസ്തു അത്ര എന്ന് പറഞ്ഞപ്പോൾ പകരക്കാരനല്ലേ അത് ചെയ്തത്? വിശ്വാസം ആരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്? ടു മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, അല്ലെ? ആ സബ്സ്റ്റിറ്റ്യൂട്ട് അത് ചെയ്ത ക്രെഡിറ്റ് ആർക്കാ? നമുക്ക് സ്വയനീതി ഉണ്ടായോ? ഇല്ല. എന്നാൽ പരീശന്മാരുടെ ശാസ്ത്രിയുടെ നീതിയെ കവിഞ്ഞു. പക്ഷെ എന്തുണ്ടായില്ല? സ്വയനീതി ഉണ്ടായില്ല. അങ്ങനെ ഒരാളെ ബ്രോക്കൺ ഹാർട്ടഡാക്കി നിലനിർത്തിക്കൊണ്ട് നീതിയെ പൂർത്തിയാക്കുവാൻ നമുക്ക് അപ്രാപ്യമായ ഒരു നീതിയുടെ വെളിപ്പാട് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിലെ നീതി രക്ഷിക്കാൻ ശക്തിയുള്ള നീതിയാണെന്നും അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും ലജ്ജിക്കുന്നില്ല എന്നും പൗലോസ് പറയുന്നതിന്റെ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും പറയരുത് പ്രായോഗിക ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അല്ല, വിശ്വാസ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒരു കാരണം ധരിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുന്ന പ്രാക്ടിക്കൽ അല്ല, പക്ഷെ അത് വിശ്വാസമാണ്. ചത്താലും കുഴപ്പമില്ല എന്നുള്ള വിശ്വാസം. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, ക്രിസ്ത്യൻ ലൈഫ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ എനിത്തിങ് എൽസ്. വിശ്വാസമാണ് നമ്മുടെ ആ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. എന്ത് വിശ്വാസമാണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വിചാരിക്കുന്നില്ല പെന്തക്കോസ്തിന്റെ 7 അടിസ്ഥാന പ്രമാണങ്ങളുള്ള വിശ്വാസമല്ല. അതിലും ഭേദം ഏത് സഭയ്ക്കുണ്ട് അങ്ങനത്തെ ഉപദേശങ്ങൾ. യാക്കോബക്കാർ പറഞ്ഞ 7 കൂദാശകൾ എന്ന് പറയും, പെന്തക്കോസ് പറഞ്ഞ 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയും. 7 അടിസ്ഥാന ഉപദേശങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം. ആ ഉപദേശമാണ് കേൾക്കേണ്ടത്. അതാണ് നമ്മൾ പഠിക്കേണ്ട ഫണ്ടമെന്റൽ. അതിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 10-ാം വാക്യം, 10-ാം അധ്യായം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. കാരണം അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് ഭയങ്കര സ്നേഹമല്ലേ? നല്ല എരിവല്ലേ? നല്ല എരിവാണോ ദൈവത്തോട്? നല്ല എരിവല്ലേ? പക്ഷെ എന്താ കുഴപ്പം? പരിജ്ഞാനം ഇത്തിരി കുറവാന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അപ്പം പരിജ്ഞാനമില്ലാതെ എരിവുണ്ടായാൽ എന്ത് സംഭവിക്കും? പരിജ്ഞാനമില്ലാതെ എരിവുണ്ടായാൽ എന്ത് സംഭവിക്കും? പരിജ്ഞാനം എന്നുള്ള വാക്കിലേക്ക് നമ്മളിപ്പോൾ വരാൻ പോവാണ്. ഈ വേർഡ് ഒരു വളരെ പ്രധാനപ്പെട്ട വേർഡാണ്. ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ യാഗത്തിൻ്റെ ഫുൾ റിച്ച്നെസ് നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് പരിജ്ഞാനം. 1-ാം അധ്യായത്തിൽ നമ്മളെ പരിജ്ഞാനം എന്നുള്ള വാക്ക് അവിടെ വെച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ, അല്ലേ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ മനസ്സിലാകും. ഇവിടെ വീണ്ടും പരിജ്ഞാനം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. പരിജ്ഞാനമില്ല, പിന്നെ എന്തുണ്ട്? എരിവുണ്ട്. ഈ പരിജ്ഞാനമില്ലാതെ എരിവുണ്ടായാൽ എന്താ സംഭവിക്കും? എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ മേലായിരിക്കും. ഇപ്പം എരിവായി ശബരിമലയിലെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു. ഭയങ്കര എരിവ. പരിജ്ഞാനം എന്ന് പറയുന്ന വഴി കൂടെ പോയിട്ടില്ല. എരിവോട് എരിവ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എരിവ. ഇങ്ങനെയാണ് എല്ലാം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നോക്ക്, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നത്? എരിവുണ്ട്, പരിജ്ഞാനമില്ല. വചനത്തിന്റെ ഞാൻ ആദ്യം ദിവസം പറഞ്ഞ പോലെ ഉപദേശ രൂപമില്ല, പക്ഷെ ഭയങ്കര സ്നേഹമാണ് ദൈവത്തോട്. എന്ത് സംഭവിക്കുന്നറിയോ? അവർ ദൈവത്തിന്റെ നീതി അറിയാതെ നമുക്ക് അപ്രാപ്യമായ സുവിശേഷത്തോട് വെളിപ്പെട്ട വിശ്വാസം ഉളവാക്കുന്ന, വിശ്വാസത്താൽ മാത്രം നേടാൻ കഴിയുന്ന ആ നീതിയെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയാത്തവരായി സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ദശാംശം. എത്ര ശതമാനം കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ദശാംശം എന്ന് പറയുന്നത്? 10% അല്ലേ ദശാംശം, അല്ലേ? ടൈത്ത്. ബൈബിളിൽ എവിടെ എഴുതിയേക്കുന്നത്? മലാഖിയുടെ പുസ്തകം ലാസ്റ്റ് ദശാംശം എന്നുള്ള വാക്ക് കാണുന്നത്, അല്ലേ? പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ എടുക്കാതെ പഴയ നിയമത്തിൽ നിന്ന് മാത്രം ഈ ദശാംശം നമ്മൾ കറക്റ്റായിട്ട് എന്തിനെടുത്ത് പൊക്കിയെടുത്തെന്നറിയോ? എന്തിനാണെന്നറിയോ? ഞാൻ പറയാതിന്റെ രഹസ്യം. ആ 10 രൂപയെങ്കിലും ആരെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാ. ആ റൂളും കൂടെ ഇല്ലെങ്കിൽ നയ പൈസ നമ്മൾ കൊടുക്ക മാട്ടെ.
അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് 100 ദൈവത്തിന്റെ ആണ്. എത്ര പേർക്ക് സന്തോഷമായി? ഇപ്പൊ എനിക്ക് 100 രൂപ കിട്ടിയ 100 രൂപ ദൈവത്തിന്റെ. പിന്നെ അതിനകത്ത് ഞാൻ കർത്താവ് ഒരു 10 രൂപ എടുത്തോട്ടെ, കർത്താവ് ഒരു 50 രൂപ എടുത്തോട്ടെ, ഇനി പിള്ളേർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാനാണ് 50 രൂപ എടുത്തോട്ടെ. അത് ദൈവത്തിന്റെയാ, ഇതെല്ലാം ദൈവത്തിന്റെയാ. ഈ 10 രൂപ ഞാൻ ദൈവത്തിന് എടുത്ത് 90 എൻ്റെ ആവൂല. ഇത്രയൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അല്ലേ? അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം എന്താ? യേശു നമുക്ക് 10% തന്നെ. യേശു അവന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് തന്നെ. ഹീസ് നോട്ട് എ 10% ഗോഡ്, ഹീസ് എ 100% ഗോഡ്, എ ഗോഡ് ഹു ഗേവ് 100%. നമ്മൾ വിചാരിക്കുന്നു 10% കൊടുത്ത് ഇവനെ അങ്ങ് പ്രസാദിപ്പിച്ചേക്കാന്ന്. ഇപ്പം സാധാരണ പാസ്റ്റർമാരൊന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ ദൈവം ഇയാളും തുടങ്ങിയോന്ന്. ഇത് പാസ്റ്റർ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇടങ്കൈ വലങ്കൈ അറിയാതെ നിങ്ങൾ കൊടുത്തു തീരേണ്ട കാര്യമായി പറയുന്നത്. ഇതൊരു ശുശ്രൂഷകന് കൊടുക്കേണ്ട വിശുദ്ധ പണം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്. ഇവിടെ ഒരു വിശുദ്ധ പണവുമില്ല. പണം ആർക്കാണോ ആവശ്യം അവർക്കുള്ളതാണ്. അത് ചിലപ്പം പാസ്റ്റർ ആയിരിക്കാം, ചിലപ്പം നിങ്ങളുടെ റോഡിലുള്ള നിങ്ങളുടെ സഹവിശ്വാസി ആയിരിക്കാം. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ആരാണോ പട്ടിണിയിരിക്കുന്നത്, ഇതല്ലാതെ വേറെ വരുമാനമില്ലാത്തത്, എവിടെയാണോ ആവശ്യമുള്ളത് അങ്ങോട്ടാണ് മറ്റൊരു അവയവത്തിൽ നിന്ന് കൃപ ഒഴുകേണ്ടത്. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ വിഷമമില്ലോ? ഓൾറൈറ്റ്. അപ്പൊ ദൈവത്തിന്റെ നീതി അറിയാതെ എന്ത് ചെയ്തു? മനുഷ്യന്റെ നീതി സ്ഥാപിച്ചു. അങ്ങനെയാണ് 10% റൂൾ ഉണ്ടായത്. അല്ലെ നമ്മൾ കൂടുതൽ കൊടുത്തേനെ. 10% റൂൾ ഉണ്ടായത് ഇപ്പം 10 കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി മീശ ഒരു വിശുദ്ധിയുടെ അടയാളമാണ്. ഞാൻ ഈ ഓങ്കോളില് ആന്ധ്രയിലൊക്കെ മീശ വേണം പാസ്റ്റർമാർക്ക്, കേരളത്തിൽ വേണ്ട. അപ്പൊ കേരളത്തിൽ നിന്നൊരു പാസ്റ്റർ മീശയുള്ള ആന്ധ്രയിലെ പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആന്ധ്രയിൽ വന്നു. അപ്പൊ മീശ ഇല്ലാത്ത പാസ്റ്റർ കേരളത്തിലെ പാസ്റ്ററുടെ പൈസ ഉണ്ട്, മീശ ഉള്ള ആന്ധ്രയിലെ പാസ്റ്ററുടെ പൈസ ഇല്ല. അപ്പൊ കേരളത്തിലെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിനക്ക് എത്ര വേണേലും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കൺമുമ്പിൽ, എത്ര പൈസ വേണേലും ഞാൻ മാസം തരാം, മീശ എടുക്കണം. പുള്ളി പറഞ്ഞു, നിങ്ങൾ എത്ര തന്നാലും ഞാൻ മീശ എടുക്കൂല. മനുഷ്യന്റെ നീതി സ്ഥാപിക്കാം. എന്നോട് ഒരാൾ പറയാം, അപ്പൊ ഞാൻ ആന്ധ്ര ചെന്നപ്പോൾ എനിക്ക് ആദ്യം മീശ ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിലൊരു യോഗത്തിന് വന്നപ്പം ആ യോഗം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ മണവാട്ടിക്ക് മീശ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണവാട്ടിക്ക് സാരി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അത് പുള്ളിക്കില്ല. എരിവ് ഭയങ്കര, മണവാട്ടി ആകാൻ ഭയങ്കര ആഗ്രഹം. എങ്ങനെ ആകണ്ടെന്ന് അറിയാൻ മേല. എന്നാ പിന്നെ മീശ എടുത്തേക്ക, ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ മേല. അപ്പൊ ദൈവത്തിന്റെ നീതി അറിയാതെ പോയാൽ പിന്നെ എന്ത് ചെയ്യും? സ്വന്തം നീതി സ്ഥാപിച്ചുകൊണ്ടിരിക്കും. നമ്മളെക്കുറിച്ച് എങ്ങനെ പൗലോസ് ഇത്രയും നാൾക്ക് മുമ്പ് അറിഞ്ഞു തന്നല്ലേ? അല്ലെ? എത്ര 2000 വർഷങ്ങൾക്ക് മുമ്പ് IPC-കാരെ കുറിച്ചും ചർച്ച ഓഫ് ഗോഡുകാരെ കുറിച്ചും എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ? അവർക്ക് ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവുള്ളവരെങ്കിലും പരിജ്ഞാനം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി കീഴ്പ്പെട്ടിട്ടില്ല. അടുത്ത വാക്യതാണ്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പം നീതി ലഭിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും ന്യായപ്രമാണത്തിന്റെ അപ്പർ ലിമിറ്റിലേക്കാണ് പോകുന്നത്. അവന്റെ ജീവിതം നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഈസ് ഓൾവേസ് ഓൺ ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ലോ. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊരു റെട്ടറിക്കാണ്, ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ്. ന്യായപ്രമാണത്താലുള്ള നീതിയെ സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നു. മനസ്സിലായല്ലോ? ന്യായപ്രമാണത്തിന്റെ നീതി കൊടുത്തപ്പോൾ മോശ പറഞ്ഞെന്താ? ചെയ്തില്ലെങ്കിൽ മരിക്കും. ആ പ്രമാണം കൊടുക്കുമ്പോൾ നല്ല രസമാണത്. മോശ പറയാണ്, ഇന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് ദൈവ അനുഗ്രഹങ്ങൾ തരും, നിങ്ങളെ ദേശത്ത് മാനിക്കും. അതാണ് ആവർത്തന പുസ്തകം 28. നമുക്ക് ഭയങ്കര ഇഷ്ടം അധ്യായം. ഈ കൽപ്പനകളൊന്നും അനുസരിച്ചില്ലെങ്കിൽ അടി കിട്ടും. അതുകൊണ്ട് അതാണ് പാക്കറ്റ്. അത് അനുസരണമുള്ള നല്ല പിള്ളേരോടല്ല പേരൻസ് അങ്ങനെ പറയുന്നത്. എന്ത് കൊടുത്താലും അനുസരിക്കാത്ത പിള്ളേരോടാണ് ഇങ്ങനെ പറയുന്നത്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പം മകനോട് പറയാമെന്ന് വെച്ചോ, ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും നീ റൂമെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടേ. അപ്പം പറയാം, എന്നെ കൊണ്ടെങ്കിലും വയ്യ, നമ്മൾ ചോക്ലേറ്റ് തരാം. പിന്നെ ഇന്നത്തെ കാലത്ത് ചോക്ലേറ്റ് തിന്നും മടുത്ത് കിടക്കുക. എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട, അടി കിട്ടും. എന്നാ തൂത്ത് വരിയേക്കാം. ഇങ്ങനെ പറയുന്ന പിള്ളേർക്കുള്ളതാണ് എന്ത്? ലോ.
കഠിന ഹൃദയമുള്ളവർക്ക് വേണ്ടിയുള്ള. എങ്ങനെയോ നമ്മൾ ബൈബിൾ വായിച്ചപ്പം ഈ ചോക്ലേറ്റ് കണ്ടുപിടിച്ചു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. അത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചു. ബാക്കി അതിൻ്റെ ന്യായപ്രമാണം എന്താണെന്നോ പരിച്ഛേദനയോ യാഗമർപ്പണമോ ഇതൊന്നും നമുക്ക് വേണ്ട. അതിനകത്ത് ചോക്ലേറ്റ് മാത്രം ഫ്രെയിം ചെയ്ത് പല വീടുകളിലുണ്ടായിരുന്നു ഒരു 5-6 വർഷം മുമ്പ്, ഓർമ്മയുണ്ടോ? പിന്നെ അബ്ബേസിന്റെ പ്രാർത്ഥന ഇങ്ങനെ വരും. നമുക്ക് ചോക്ലേറ്റ് എവിടെയെല്ലാം ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. അത് കണ്ടുപിടിച്ചു തരാനാണ് നമുക്ക് പ്രവാചകന്മാരുള്ളത്. ഓക്കെ, അപ്പോൾ ന്യായപ്രമാണത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നേ, അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് നീതിയെക്കുറിച്ച്, യേശുവിന്റെ നീതിയെക്കുറിച്ച് പറയുന്നു ചെയ്ത മനുഷ്യനല്ല, വിശ്വസിക്കുന്നവൻ എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. മോശ എന്നോടൊന്ന് പറയാണ്, ചെയ്സേ സത്യം പറഞ്ഞ ഈ ന്യായപ്രമാണം ഇങ്ങനൊന്നും അല്ല. ഞാൻ പറഞ്ഞു അത് ഇങ്ങനൊന്നും അല്ലേ, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു നിഴലാണ് എന്ന് പറഞ്ഞാൽ ഇത് മർക്കട മുഷ്ടിയുള്ള ഒരു ജനത്തിന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ ഇങ്ങനെയൊക്കെ എഴുതി തന്നത്. അപ്പൊ ഇത് മർക്കട മുഷ്ടിയുള്ള ഒരു ജനത്തെ അനുസരണം പഠിപ്പിച്ച് ക്രിസ്തു എന്ന് മുന്നൊരുക്കാൻ വേണ്ടി അവരെ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവം കൊടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഒരു കരണം തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ നീതി, അതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് മോശ എന്നോട് പറഞ്ഞു എന്ന് വിചാരിച്ചോ? ഞാൻ മോശയോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, എനിക്ക് തടി മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നെ ഇടിക്കാൻ വരുന്നവൻ ജിമ്മ. ഒറ്റ ഇടിക്കാൻ എൻ്റെ ബ്രെയിനിൽ നിന്ന് ബ്ലഡ് മൂക്കിലൂടെ വായിക്കൂടെ ഒക്കെ ഒഴുകുന്ന, അടുത്ത് ഇടിക്കാൻ തട്ടിപ്പോ. കർണക്കുട്ടി കാണിച്ചു കൊടുത്താൽ, കർണം കാണിച്ചു കൊടുത്താൽ അല്ലേ, ഞാൻ എൻ്റെ കർണം കാണിച്ചു കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇതാണ് മോശയോടുള്ള എൻ്റെ ചോദ്യം. മോശയോടെ ആവർത്തന പുസ്തകം എടുത്ത് നോക്കിയിട്ട് പറയും, നിന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും, നിന്റെ ദേശത്ത് മാനിക്കും, നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കിയിട്ടും. ഞാൻ ചത്തുപോയിട്ട് എന്നെ എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ച് എന്നെ ദേശത്ത് മാനിച്ചിട്ട് എന്നെ കഴിയും. ഇപ്പം മോശയോടെയും ചോദിക്കും, ഞാൻ ചത്തുപോയിട്ട് എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിക്കുമോ? അതിലും ഭേദം എന്നെ അങ്ങ് അനുഗ്രഹിക്കുന്നതല്ലേ. അപ്പൊ മോശ പറയാം, അതാ ശരിയാ, എന്നാ പിന്നെ നീ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഒരു കണ്ണെടുത്താൽ മറ്റേ കണ്ണെടുത്തിട്ട് ഓടിക്കും. കാരണം എന്താ? പ്രോമിസസ് കിടക്കുകയല്ലേ, അത് നിറവേറണമെങ്കിൽ നമ്മൾ ജീവനോട് ഇരിക്കണ്ടേ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള പ്രോമിസുകളെല്ലാം നിറവേറുന്ന ഒരു 500 വർഷമെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എങ്ങനെ ജീവിച്ചിരുന്ന അവകാശങ്ങൾ പ്രാപിക്കാന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒരു കരണം അടിച്ചാൽ മറ്റേ കരണം കാണിക്കാൻ പോയാൽ ചിലപ്പോൾ ഒരവകാശം കിട്ടാതെ അസ്തമിക്കും. അതാണ് പഴയ നിയമത്തിന്റെ നീതി വിത്ത് പ്രോമിസസ് ഹിയർ. അതുകൊണ്ടാണ് ദീർഘായുസ് അവിടെ ഒരു പ്രോമിസ് ആയിട്ടിരിക്കുന്നത്. കാരണം ഇത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ദീർഘായുസ് വേണം. യേശുവിന്റെ നീതി വെളിപ്പെട്ടപ്പം ഇങ്ങനെ തന്നെ, ഒരു കർണത്തടിച്ചാൽ മറ്റേ കരണം. ഞാൻ ഇപ്പം കർത്താവിന്റെ ചോദിക്കും, കർത്താവ് ഞാൻ തട്ടിപ്പോയ എന്ത് ചെയ്യും? കർത്താവ് പറയും, നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. അപ്പോഴാ ഞാൻ പറഞ്ഞത്, ആണോ? എന്നാൽ ഓക്കെ. അപ്പം ഈ കർണം കാണിച്ചു കൊടുക്കുന്ന എന്ത് വിശ്വാസം വേണം? മരിച്ച യേശുവിൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിൻ്റെ നീതി എന്താണെന്ന് നോക്കാൻ പോലും പറ്റുള്ളൂ. അതാണ് വിശ്വാസത്താൽ വെളിപ്പെടുന്ന നീതി. എത്ര പേർക്ക് ഈ നീതിയോട് ആഗ്രഹം തോന്നുന്നുണ്ട്? ഈ ഞരക്കം, ഈ നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവനാണ് ദൈവം തൃപ്തി കൊടുക്കുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷത്തിലാണ് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചേസ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ ജീവിതം കണ്ടിട്ടൊന്നും ആത്മദാരിദ്ര്യം അനുഭവിക്കുകയില്ല. ഇവനൊക്കെ എന്താണെന്ന് ചോദിക്കുള്ളൂ. പക്ഷെ യേശുവിന്റെ സുവിശേഷം, അവന്റെ നീതി നമുക്ക് വെളിപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഫീലിംഗ്, അയ്യോ ഞാൻ ദരിദ്രനെന്ന. അങ്ങനെ ഒരുത്തിന് തോന്നുന്നില്ലെങ്കിൽ അവന് വൈദ്യൻ അവനുള്ളവനല്ല, യേശുവിന്റെ മെഡിസിൻ അവന് പണി ചെയ്യുന്നില്ല എന്നതിനർത്ഥം. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു. 6-ാം വാക്യം, വിശ്വാസത്താലുള്ള നീതിയോ അത് ഈ വണ്ണം പറയുന്നു. എന്തു പറയുന്നു? ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്ന് പറയുന്നു. ആര് പറയുന്നു? വിശ്വാസത്തിന്റെ നീതി പറയുന്നു. വിശ്വാസത്തിന്റെ നീതി എന്ത് പറയുന്നു? എന്ത് പറയരുതെന്ന് പറയുന്നു? യേശു 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇതൊക്കെ പൂർത്തീകരിച്ച് സ്വർഗത്തിൽ പോയത്. ഇനി യേശു എനിക്ക് പകരക്കാരനായി ജീവിക്കണമെങ്കിൽ ഞാൻ പോയി യേശുവിനെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരണോ? യേശു എന്തിയേ ഇങ്ങനെ നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. എന്താ കാര്യം എന്നറിയോ? യേശുവിനെ സ്വർഗത്തിൽ നിന്നോ പാതാളത്തിൽ നിന്നോ, അവിശ്വാസികളോടുള്ള പാതാളത്തിൽ നിന്നോ വിളിച്ചിറക്കി ഞാനിനി നീതിമാൻ, എന്നെ പകരം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് നീ ചിന്തിക്കരുത്. അങ്ങനെയല്ല വിശ്വാസത്തിന്റെ നീതി വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷെ നിനക്ക് പകരം യേശു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നീ അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെ അല്ല. അങ്ങനെ നീ നിന്നോട് സ്വയം പറയരുത്, ഈ യേശുവിനെ ഞാൻ എങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ടുവരും, എവിടെ അന്വേഷിക്കും, ഇങ്ങനെ ചോദിക്കരുത്. എന്തുകൊണ്ട് ചോദിക്കരുത്? അടുത്ത വാക്യം, വചനമാണ്
അതാ നീതിയുടെ വചനം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നീതിയുടെ വചനം സംബന്ധിച്ച് എന്ത് വേണം? പരിചയം. വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. സ്വർഗത്തിലും പോയി അന്വേഷിക്കേണ്ട, പാതാളത്തിലും പോയി യേശുവിനെ അന്വേഷിക്കേണ്ട. യേശു നിനക്ക് പകരക്കാരനായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലുമുള്ള വചനത്തെ കണ്ടെത്തിയാൽ മതി. വായിൽ എന്തോ ഇരിക്കുന്നേ? വായിൽ എന്തോ ഇരിക്കുന്നേ? കണ്ണാടി നോക്കി അറിയാൻ പറ്റത്തില്ല. വായിൽ എന്തോ ഇരിക്കും? എന്റെ വായിലിരി അതല്ലേ, അതെന്താന്ന് ആർക്കും അറിയാൻ മേലല്ലേ? അറിയരുതെന്നാണ് നമ്മൾ പറയുന്നത്. എന്റെ വായിലിരിക്കുന്ന എന്താന്ന് നീ കേൾക്കരുത്. എന്തെങ്കിലും ഇരിപ്പുണ്ടോ വായില്? ഈ നീതി ഇരിക്കുന്ന വായിൽ, ഹൃദയത്തിലാന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വായിലും വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതെന്താണ്? അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പം ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന ഉപദേശ രൂപം, നീതി നൽകുന്ന വിശ്വാസത്തിന്റെ വചനം, പ്രവൃത്തിയാലല്ലാത്ത സകലരെയും രക്ഷിക്കുന്ന നീതിയെ വെളിപ്പെടുത്തുന്ന വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലുമാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് വായിലിരിക്കുന്നത് ആർക്ക് പറയാം? അടുത്ത വാക്യം. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ടും. അപ്പൊ ഹൃദയത്തിൽ എന്തായിരിക്കുന്നത്? വായിൽ എന്തായിരിക്കുന്നത്? വായിൽ എന്തായിരിക്കുന്നത്? യേശുവാണ് എൻ്റെ കർത്താവ്. ഇതാണ് വായിൽ. ആരാ നിങ്ങളുടെ കർത്താവ്? യേശുവാണോ? ആർ യു ഷുവർ? ഈ കർത്താവ് എന്ന് പറഞ്ഞ ആരാ? ഞാൻ വിശ്വസിക്കുന്ന സമയത്ത്, രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബോധ്യമായിരുന്നു യേശു എൻ്റെ കർത്താവെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ആൾക്കാർ പറയും, യേശുവാണ് ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പം ഞാൻ ആലോചിക്കും, കർത്താവ്, ഞാൻ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് യേശു വേണം തീരുമാനിക്കും. കർത്താവല്ലേ, എല്ലാവരും തീരുമാനിക്കണം, യേശു തീരുമാനിക്കണം. ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എന്നിട്ട് ഒരു ദിവസം എൻ്റെ അമ്മയോട് പോയി പറയാണ്, അമ്മ ഇങ്ങനെ മിക്സി എന്തോ പൊടിച്ചോണ്ടിരിക്കുക, എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർമ്മയില്ല. ഞാൻ ചെന്ന് പറഞ്ഞു, ഇനി അടുത്ത അവധിക്ക് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷവരേക്ക് പോയി എന്ന് വിചാരിച്ചോണം. കാരണം കർത്താവ് ചിലപ്പോൾ ഇങ്ങ് പോരേന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പെർമിഷൻ ചോദിക്കാനൊന്നും സമയം കിട്ടുന്ന വരില്ല. കാരണം അതാണ് കർത്തൃത്വം. അന്നൊക്കെ അത്ര, അതായത് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എന്നെ അങ്ങനെയാണ് ആളുകൾ പറഞ്ഞു തരുന്നത്. ഇതാണ് കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജാവാണ്, അവൻ്റെ ആജ്ഞകൾ അതുപോലെ തന്നെ. ഇപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞാൽ ബൈക്കും മടക്കി ഇറങ്ങാന്നുള്ളൂ. നിങ്ങൾ എന്താ പാസ്റ്ററെ 9 വരെ പ്രസംഗിക്കാന്ന് ചോദിക്കാൻ പറ്റില്ല. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ഇറങ്ങിയേ പറ്റൂ. അതാണ് കർത്തൃത്വം. ഞാൻ കുറെ ആലോചിച്ചപ്പോൾ, സൗണ്ട് പ്രൂഫ് ഉണ്ടോ അല്ലേ? ഈ കർത്താവ് ആരാന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു പരീക്ഷണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയത്താണ് ശരിക്കും കർത്താവ് ആരാന്ന് മനസ്സിലാകുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്ന വിചാരിച്ചോ, നിങ്ങൾ ആദ്യം ആരോടായിരിക്കും ആലോചന ചോദിക്കുന്നത്? കല്യാണം വേണോ വേണ്ടയോ? ചോദിച്ചു ആരോടായിരിക്കും? ആലോചിച്ചോ. കഴിക്കാൻ പോകുന്നവരോട് ചോദിക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് ഒരു ആലോചന വരുന്നത്, നിങ്ങൾ ആദ്യം ആരോട് ചോദിക്കും? മക്കളുടെ മുമ്പ് എത്തുന്നതിന് മുമ്പ് ഭാര്യയോട്, ഭാര്യയും ഭർത്താവും കൂടെ ആരോട് ചോദിക്കും? അതൊരു ശരീരമാണല്ലോ. ഏത് ദൈവത്തോട്? ഞാൻ പറയുന്നത് ശരിയാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ചോദിക്കുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവിയായ ലക്ഷ്മിയോടാ. എന്തുണ്ട് അവരുടെ വീട്ടിൽ സാമ്പത്തികം? ഭയങ്കര ടീമാ. ഹൃദയം അങ്ങ് കുളിർന്നു. അടുത്ത ചോദ്യം സരസ്വതിയോടാ. വിജ്ഞാനത്തിന്റെയും മ്യൂസിക്കിന്റെയും. എന്തുണ്ട് പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം? MBA കാരിയാ. ഫൈൻ. 2 ദേവിമാരും അഗ്രി ചെയ്തു. ഇനി ഒരു വല്ലാത്തൊരു ചോദ്യമുണ്ട്. നമ്മുടെ ജാതിയാണോ? നമ്മുടെ ജാതിയാണോ നമ്മൾ ചോദിക്കുന്നത്? നമ്മുടെ കൂട്ടരാണോ? നമ്മുടെ കൂട്ടരാ. അപ്പൊ കുലദൈവങ്ങളും ഹാപ്പി. ഇത്രയും ഓക്കെ ആയാലല്ലേ പിള്ളേരോട് പറയുള്ളൂ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടെന്ന്. സമ്മതിച്ചോ ഇല്ലയോ? ആരാ കർത്താവെന്നറിയോ? അവരിതിന് പേര് വിളിക്കുന്നു. ലക്ഷ്മി, സരസ്വതി. നമ്മൾ പേര് വിളിക്കില്ല, കാരണം നമുക്ക് വിഗ്രഹങ്ങളില്ല.
നമ്മൾ ഇതിനെ പേരില്ലാതെ തന്നെ കൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് യേശു പുതിയ നിയമത്തിൽ ഒരിടത്തും ഈ ഗ്രീക്കുകാരുടെ റോമാക്കാരുടെ ദൈവങ്ങളെ കുറ്റം പറയുന്നത്. ഒരു ദേവന്മാരുടെയും കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ചെങ്കിൽ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അന്ന് റോമാക്കാർക്ക് 10,000 കണക്കിന് ദേവന്മാരും ദേവിമാരുണ്ട്, കഥകളുണ്ട്, സിയൂസ് ദേവനുണ്ട്. യേശു ഒരൊറ്റ ആളുടെയും കുറ്റം പറയുന്നത്. എന്താ കാര്യം എന്നറിയോ? ഈ ദേവന്മാരും ദേവിമാരും എല്ലാം മനുഷ്യരുടെ അധമ വികാരങ്ങളുടെ റിഫ്ലക്ഷനാണ്. പണമോഹമെങ്കിൽ അത്, മഹത്വത്തിന്റെ മോഹമെങ്കിൽ അത്, അതിനെല്ലാം ആൾവൽക്കരിച്ചിരിക്കുക അവര്. നമ്മൾ ആൾവൽക്കരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, വ്യക്തിവൽക്കരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ അതിന്റെ ക്രൂഡ് ഫോമിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ആ വിഗ്രഹം മാത്രം പോയിട്ട് കാര്യമില്ല, ഈ അകത്തുള്ള വിഗ്രഹങ്ങളുടെ തകരണം, എങ്കിലേ യേശു നമ്മുടെ കർത്താവായിട്ട് വരുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ ഏകദേശം പോക്ക് എങ്ങോട്ടാണ്? ഇനി അടുത്തത്, ഹൃദയത്തിൽ എന്ത് വിശ്വസിക്കണം? പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം. പുനരുത്ഥാനത്തിൽ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നീതി ഉണ്ടാവും. ആ നീതി എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ സാധാരണ ഇങ്ങനെ വര വരച്ച് കാണിക്കാറുണ്ട്. ഇത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് വേണേൽ കണ്ടാൽ മതി. അതുകൊണ്ട് ഞാൻ ഇവിടെ വര വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ആ നീതി എന്താണെന്ന് മാത്രം ഞാൻ ഒരാളുടെ ലൈഫിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. വാട്ട് ഈസ് ദാറ്റ് റൈച്ചസ്നെസ് ദാറ്റ് ഈസ് ഫ്രീലി ഗിവൺ? ഫ്രീലി ഗിവൺ. ബൈബിളിൽ നിന്നൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:6. ഫിലിപ്പിയ ലേഖനം 3:6. ഫിലിപ്പിയ ലേഖനം ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ, അതായത് ബ്ലെയിംലെസ്. അവൻ സ്വയം പറയുന്നതാണ്, ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും അനുസരിച്ചവനാണ് ഞാൻ എന്നാണ് അവൻ പറയുന്നത്. 613 കാര്യം ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്യം. വേണ്ട 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്. ഇപ്പൊ പൗലോസ് പറയാണ്, പ്രവൃത്തിയാലുള്ള നീതി വെച്ച് നോക്കിയാൽ ഐ ആം ബ്ലെയിംലെസ്, എന്നെ കുറ്റം പറയാൻ ആരുമില്ല. പക്ഷേ ആ നീതി കൊണ്ട് ഒരു കാര്യവും ഇല്ല. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായി നൽകുന്ന ഒരു നീതിയുണ്ട്. അത് ഈ നീതിയുടെ മുകളിലാണ്. എനിക്ക് ആ നീതി എങ്ങനെയെങ്കിലും ലഭിക്കാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അത് അനുഭവിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഒരു ഉദാഹരണം, ക്രൂശിലൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ക്രൂശിന്റെ നടുവിലെ യേശു ക്രിസ്തു, അപ്പുറത്തൊരു കള്ളൻ ഇപ്പുറത്തൊരു കള്ളൻ, അല്ലേ? അങ്ങനെയല്ലേ? ഇതിലൊരു കള്ളൻ മാനസാന്തരപ്പെട്ടു നമുക്കറിയാം. ഏത് ഭാഗത്തുള്ള കള്ളന് അതറിയത്തില്ല. ഈ ക്രൂശിലെ കള്ളന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ഞാൻ കർത്താവിനോട് പറയുന്നത്. മാനസാന്തരപ്പെട്ട ശേഷം, മാനസാന്തരപ്പെട്ട് ഞാനിങ്ങനെ കിടക്കുക ക്രൂശില്, യേശുവിനോട് എന്തായിരിക്കും പറയുന്നത്? എൻ്റെ പുറമെല്ലാം പെയിൻ എടുക്കുന്നുണ്ട്, ബോഡി ഇപ്പം ശ്വാസം കിട്ടുന്നില്ല, നിന്നുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കയ്യിലെല്ലാം വേദനയാണ്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കിരാത മരണം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. വേദന നിറഞ്ഞ ഒരു മരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് സംഭവിക്കാം. എൻ്റെ അടുത്ത് കിടക്കുന്നയാൾ സകലത്തിനും ശക്തിയുള്ള ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്തായിരിക്കും ആ ദൈവത്തോട് ചോദിക്കുന്നത്? കർത്താവേ, എന്നെ രക്ഷിക്കണേ, ഒരു നിമിഷം നീ എന്നെ ക്രൂശിൽ നിറക്കി വിട്ട ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ സാക്ഷിയായി ദോഹയിൽ, നിയമം ഇല്ലെങ്കിൽ പോലും ഞാൻ മൈക്കെടുത്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും പ്രൊമിസ് ചെയ്യും, ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലേ? എത്ര പ്രാവശ്യം കർത്താവിന് പറഞ്ഞിരിക്കും, നീ ലോകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാൽ ഞാൻ നിന്റെ ആളാ. എത്ര ദിവസത്തേക്ക് ഉണ്ടാവും അറിയത്തില്ല. ഞാൻ അങ്ങനെ പറയുള്ളൂ. എനിക്ക് എൻ്റെ ഭാര്യ മക്കളെ കാണണം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് പ്ലീസ് കർത്താവെ എന്നെ ക്രൂശിൽ നിന്ന് ഇറക്കി, നിന്റെ അവസാനത്തെ അടയാളമായിട്ട് ഇത് ചെയ്തിട്ട് നീ പൊക്കോ എന്ന് പറയുള്ളേ. പക്ഷെ ആ മനുഷ്യൻ പറയാം, ഞാൻ മരണയോഗ്യനാണ്, ഞാൻ മരിച്ചോളാം, നീ രാജാവായി വരുമ്പോ എന്നെ ഒന്ന് ഓർത്താൽ മതി. എന്റെ അത്ഭുതം അതല്ല, 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അറിയാൻ വയ്യ യേശു രാജാവായി വരുമെന്ന്. എന്നാൽ 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന ഈ കള്ളം പറയാണ്, നീ രാജാവായി വരും ഉറപ്പാണ്, അപ്പൊ നീ എന്നെ ഓർക്കുന്നത് എനിക്ക് ലാഭം. കാരണം ഇപ്പൊ എന്നെ നീ ഇറക്കി വിട്ടാൽ ഞാൻ പാപത്തിൽ മരിക്കുള്ളൂ, പക്ഷെ നിന്റെ കൂടെ മരിക്കാൻ കഴിഞ്ഞാൽ നീ മഹത്വത്തിൽ വരുമ്പോ എന്നെ ഓർത്താ അത് മതി, ഞാൻ മരിച്ചോളാം എന്ന് പറയുമ്പോൾ എങ്ങു നിന്നോ അവന് ലഭിച്ചത് അവന്റെ ഹൃദയത്തിൽ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസവും വായ് കൊണ്ട് രാജാവായി കർത്താവായി വരുന്ന യേശുവിനെ കുറിച്ചുള്ള കൺഫെഷനാണ്. അത്ഭുതം. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ അവൻ ഇങ്ങനത്തെ വിശ്വാസം ഉണ്ടായെന്ന്. ഒരു നിമിഷം, ഞാൻ ഇതിലും വലിയ വിശ്വാസം ഒരിടത്തും കണ്ടിട്ടില്ല. ബൈബിളിൽ ഒരിടത്തും, അതായത് ഒറ്റ വചനം അവനോട് പ്രീച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല.
ഒരാളും അവനെ നിർബന്ധിക്കുക, അവൻ ഏതെങ്കിലും ഒരു അത്ഭുതം കാണുന്നതായിട്ടും കാണുന്നില്ല. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവൻ യേശുവിനെ ദുഷിക്കുന്നതായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട് താനും. അപ്പോൾ അവനും ദുഷിച്ചുകൊണ്ടിരുന്നവനാ. പക്ഷെ അതിനിടയിൽ അവനൊരു വലിയ തകർച്ചയുണ്ട്. എന്ത് തകർച്ചയുണ്ടായി, എന്ത് മാനസാന്തരം ഉണ്ടായെന്നറിയോ? അവന്റെ ജീവനെ യേശുവിന് വേണ്ടി വെച്ചു കൊടുക്കാൻ മാത്രമുള്ള ഒരു മാനസാന്തരം എങ്ങനെയുണ്ടായി? ആ വിശ്വാസം എവിടെ നിന്ന് വന്നു? ഞാൻ കുറെ ആലോചിച്ചു, ഇത് എങ്ങനെ അവനെ കൊണ്ട് സാധിച്ചു? ഇത്രയും വചനം അറിയാവുന്ന എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. സ്റ്റിൽ ഹെൽപ്ലെസ്. ഞാൻ ഇപ്പോഴും ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, വചനത്തിന്റെ കേൾവിയാലാണല്ലോ വിശ്വാസം വരുന്നത്. ഇവൻ കേൾക്കുകയല്ലായിരുന്നു, ഇവൻ അത് കാണുമായിരുന്നു. നീതി എങ്ങനെ മരണം വരെ വലിച്ചു നീട്ടാമെന്നുള്ളൊരു അത്ഭുത കാഴ്ച. ഇതൊരു അത്ഭുത കാഴ്ചയാണ്. സ്നേഹത്തിന് അളവുണ്ട്, ഇത്രേ ഇങ്ങനെയൊക്കെ അളവുണ്ട്. ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു മനുഷ്യന്റെ സ്നേഹത്തിന്, മക്കളോടുള്ള സ്നേഹത്തിന് വരെ ലിമിറ്റ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചിമ്പാൻസിയെ വെച്ച് കൊച്ചിനോടുള്ള സ്നേഹം തെളിയിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാരെ ഒരു പരീക്ഷ നടത്തി. നിങ്ങൾക്കറിയോ? ടാങ്കിനകത്ത് ഇറക്കി നിർത്തിയിട്ട് ആദ്യമൊക്കെ കൊച്ചിനായിട്ട് ചിമ്പാൻസി പൊക്കി പിടിച്ചുകൊണ്ടിരുന്നു. വെള്ളം വന്ന് ഇങ്ങനെ മൂക്കിന്റെ ലെവലായപ്പം ഇങ്ങനെ എത്തിക്കൊത്തി നിന്ന് കുഞ്ഞു ചിമ്പാൻസിനെ ഉറക്കം മുകളിൽ പോയി. അവസാനം മൂക്ക് കവർ ചെയ്ത് കഴിഞ്ഞപ്പം ചിമ്പാൻസിനെ കുഞ്ഞിനെ താഴെയിട്ട് അവൾ എൻ്റെ മുകളിൽ കയറി നിന്നു. അത്രേ ഉള്ളൂ. പ്രാണനിൽ പിടയുമ്പോൾ അവനവനല്ലാതെ വേറൊരുവനും ഇല്ല. ഈ സമയത്ത് അവനവന്റെ ജീവനെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവൻ കണ്ട കാഴ്ച യേശുവിന്റെ സുവിശേഷത്തിന്റെ നീതി ഇൻ പ്രാക്ടിക്കൽ ആക്ഷൻ. അത് കണ്ട ഒരേ ഒരു വ്യക്തിയാണ് ഈ കള്ളൻ. സ്നേഹിക്കുമ്പോൾ എവിടം വരെ സ്നേഹിക്കണമെന്നറിയോ? പറ. മരണം വരെ. നിങ്ങൾക്ക് ആത്മാവിന്റെ ഫലം അറിയാമല്ലോ, 9 ഫലവും. പക്ഷെ അതിന്റെ ലിമിറ്റ് മരണം വരെയാണെന്നറിയോ? സ്നേഹം ഉണ്ടാവണമെങ്കിൽ അത് മരണം വരെയാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ എന്നെ തല്ലിക്കൊന്ന് എന്റെ ശ്വാസം പോകുന്ന വരെയാണ്. ക്ഷമയുടെ സ്വിച്ച് ഇങ്ങനെ ഓണായി കിടക്കും. അവനെന്നെ അടിച്ചുകൊണ്ടിരിക്കുക, കൊന്നുകൊണ്ടിരിക്കുക, പക്ഷെ എനിക്ക് അവനോട് ക്ഷമയാണ്. ആത്മാവിന്റെ എല്ലാ ഫലത്തിന്റെയും ലിമിറ്റ് മരണമാണെന്ന് യേശു ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇവനൊരു കാര്യം അറിയാം, മരണം വരെയാണ് നീതിയെങ്കിൽ അതിന്റെ പ്രതിഫലം പുനരുത്ഥാനത്തിലല്ലാതെ ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവില്ല? ഒരാൾക്ക് സ്നേഹിച്ച് മരിക്കാമെങ്കിൽ അതിനപ്പുറത്തൊരു പ്രോമിസ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് ക്ഷമിച്ചുകൊണ്ട് മരിക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ക്ഷമ മരണം വരെ. നമ്മൾ പറയുന്നത് കുറച്ചുനാൾ താനിരുന്ന ദൈവം നിങ്ങൾ ഉയർത്തുന്ന. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച 5 വർഷമായിരിക്കുന്നു. പിന്നെ ഫിലിപ്പ് ലേഖനം വായിച്ച മരണം വരെ അത് മനസ്സിലായത്. മരണം വരെ താനിരുന്നിട്ട് എന്നെ ഉയർത്താനല്ലേ? എന്തു പറയുന്നു? ഈ കള്ളൻ കണ്ടത് മരണം വരെ പോയാലുള്ള ഉയർച്ചയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കൊരു ചാൻസ് വേണ്ട, എനിക്ക് നിന്റെ കൂടെ മരിച്ചാൽ മതി. നീ പുനരുത്ഥാനം ചെയ്യുന്നത് വരുമ്പോൾ, രാജാവായി വരുമ്പോൾ, ഇപ്പൊ കർത്താവിനോട് ഭയങ്കര സ്നേഹത്തോടെ കൊണ്ട് പറയുന്നത്, ഞാൻ മഹത്വത്തിൽ വരുന്നവരെ നീ കാത്തിരിക്കേണ്ട, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലിരിക്കും. ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവൻ ഈ യേശു ക്രിസ്തുവിൽ ഉള്ളവനാണെന്ന് ക്രൂശിലെ ജീവന് വേണ്ടി പിടയ്ക്കുന്ന അവസാന നിമിഷം കണ്ടുപിടിക്കുന്നു. ദിസ് ഈസ് വാട്ട് ദാറ്റ് ഫെയ്ത്ത് ഈസ്. വിശ്വാസം. ഈ വിശ്വാസം ഉണ്ടാക്കുന്ന നീതി നമുക്ക് മരണം വരെ നമുക്ക് നിസ്സാരമാക്കി മാറ്റുന്ന ഒരു നീതി. ആ നീതി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് വി ലേൺ ഹൗ ടു ഫോർഗിവ് അണ്ടിൽ ദേ കിൽ മീ. അവരെന്നെ, എൻ്റെ പൈസ മുഴുവൻ എടുത്ത് മാറ്റി, എന്നെ വഞ്ചിച്ച് ദ്രോഹിച്ച് എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ച് അപവാദം പറഞ്ഞ് നശിപ്പിച്ച് കൊല്ലുന്ന വരെ അവനോട് സ്നേഹം എന്ന് പറയുന്ന വികാരം ഓഫാകാതിരിക്കണമെങ്കിൽ ഞാനല്ല, യേശുക്രിസ്തു എൻ്റെ പകരം എൻ്റെ ഉള്ളിൽ ജീവിക്കണം. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, ഞങ്ങളെല്ലാം ഇപ്പൊ ഇങ്ങനെ ആകാൻ പോകുന്നു. അങ്ങനൊന്നും ആകാനൊന്നും പോകുന്നില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസവും, മരിച്ചാലും സാരമില്ലെന്നുള്ള വിശ്വാസവും, അതുപോലെ യേശുക്രിസ്തു എൻ്റെ കർത്താവാണെന്നുള്ള ഏറ്റുപറച്ചിലും, നമ്മുടെ പ്രവൃത്തികളിൽ ഒരു പെർഫെക്ഷനും വന്നില്ലെങ്കിലും ആ ഞരക്കം എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഞാൻ വേറൊരു എക്സാമ്പിളിലൂടെ നിങ്ങളെ കാണിച്ചാൽ അത് പടം വരച്ചേ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ നീതി അനുദിനം നമ്മൾ അനുഭവിക്കുന്നത്? ഹൗ ആർ വി ജസ്റ്റിഫൈഡ് ഡെയിലി, ഓൺ എ ഡെയിലി ബേസിസ്. ഇനിഷ്യൽ ജസ്റ്റിഫിക്കേഷനെ കുറിച്ചല്ല, ഈച്ച് ഡേ. ലുക്ക് അറ്റ് ദിസ് ബൈബിൾ. ഇതിനെ ഒരു ബോർഡായിട്ട് നിങ്ങൾ പരിഗണിച്ച് നോക്കിയോ. ഇതിന് നടുക്ക് ഞാനൊരു ചെറിയ ബിന്ദി, ഒരു പൊട്ട് കുത്തി എന്ന് വിചാരിച്ചോ. ഞാനിത് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ക്ലോക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ.
ക്ലോക്കിന്റെ 2 സൂചികൾ ചേരുന്ന സ്ഥലത്തെ പോയിന്റാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വിചാരിച്ചോ. നമ്മൾ ആ ദൂരെ നിന്നുകൊണ്ടൊരു അമ്പ് എന്ന് വിചാരിച്ചോ, എവിടെ കൊള്ളണം? ആ സെൻട്രൽ പോയിന്റ് കൊള്ളണം. 1000 അമ്പ് നിങ്ങളെ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. 1000 അമ്പ് നിങ്ങൾ ആ ഡോറിന് വെളിയിൽ, ആ ഭിത്തിയിൽ, ഡോറിന് വെളിയിലുള്ള ഭിത്തിയിൽ നിന്നുകൊണ്ട് ഈ അമ്പ് ചെയ്ത് അതിന്റെ നടുക്ക് കൊള്ളാനുള്ള ചാൻസ് എത്രയുണ്ട്? 0. സമ്മതിച്ചോ? പക്ഷെ ഒരു കാര്യം അറിയാം, യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എല്ലാ പ്രാവശ്യവും പെർഫെക്റ്റ് ആയിരുന്നു. അവനൊരു ഒരു ഡീവിയേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മീൻസ് ഇഫ് ഹി ഡിഡ് 100 things or 1000 things, എല്ലാം ഇവിടെ ഓൺ ടാർഗറ്റ് ആയിരുന്നു. അല്ലേ? ആണോ അല്ലയോ? പ്രാർത്ഥിച്ചപ്പോൾ ഓൺ ടാർഗറ്റ് ആയിരുന്നു, സ്നേഹിച്ചപ്പോൾ ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഒരിടത്തും യേശു ഒരു സെൽഫില്ലായിരുന്നു, സെൽഫ്ലെസ് ആയിരുന്നു. എല്ലായിടത്തും മരിക്കാൻ തയ്യാറായിരുന്നു. ഒരിടത്തും സ്വന്തം സെൽഫിനെ നോക്കിയില്ല. എല്ലായിടത്തും അവൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഈ ഞാനും അങ്ങനെ അറിയുവാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് നീയാണ് എൻ്റെ കർത്താവ്, മരിച്ചാലും സാരമില്ല. അതാണ് ഉന്നം. അമ്പ ചെയ്തു, എവിടെ വീണുമായിരിക്കും? ആ ക്യാമറ ഇരിക്കുന്നതിന്റെ മുമ്പിൽ വന്നു വീണു. പിന്നെ എടുത്ത് ചെയ്തു, പിന്നെ കുറെ കഴിഞ്ഞപ്പം കുറെ എണ്ണം ഇവിടെ വന്ന് വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്രയും ദൂരെ നിന്ന് എറിയാൻ പറ്റില്ല. അകത്ത് കയറി നിന്നു, എറിഞ്ഞു. കുറെ എണ്ണം പോഡിയത്തിൽ വീണു, പുൾപ്പിറ്റിൽ വീഴാൻ തുടങ്ങി. ഒരെണ്ണം ക്ലോക്കിൽ 6 വന്ന് കൊണ്ടു. എവിടെ കൊണ്ടു? ഞാൻ മരിച്ചുപോയി. സ്വർഗത്തിൽ ചെന്നു. സങ്കല്പമാണേ. കർത്താവിനോട് ചോദിച്ചു, നിന്റെ പ്രവൃത്തികൾ കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, കർത്താവ്, ഇപ്പോ നീ എന്നെ പിടിച്ച് നരകത്തിലിട്ടാലും എനിക്ക് ഒരു പരാതിയില്ല. കാരണം എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ ഒരു നിമിഷം കണ്ടാൽ നരകത്തിലല്ലാതെ വേറൊരിടത്തും എന്നെ വിടാൻ ഞാൻ യോഗ്യനല്ല. അതെപ്പോ പറയുന്ന കാര്യമാണെന്നറിയോ? അവിടെ ചെല്ലുമ്പോൾ പറയുന്ന കാര്യം. ഈ പ്യൂരിറ്റൻ കാലഘട്ടത്തിൽ ഒരാളുടെ പ്രാർത്ഥന ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്ന, ആ ക്രൈസ്റ്റ് അവയർനെസ് എത്ര ഡീപ്പായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയാണ്, കർത്താവെ, ഈ പോയിന്റ് വരെയുള്ള എൻ്റെ മുഴുവൻ ജീവിതവും പരിഗണിച്ചിട്ട് നീ എല്ലാം ക്ഷമിച്ചിട്ട് എൻ്റെ ഈ പ്രാർത്ഥന മാത്രം നീ നോക്കിയാലും എന്നെ നരകത്തിടാനേ നിനക്ക് പറ്റുള്ളൂ. കേട്ടോ? ഒന്നുകൂടെ കേട്ടോ. ഇന്ന് ഈ മോമെന്റ് വരെയുള്ള എൻ്റെ എല്ലാ പാപവും നീ ക്ഷമിച്ചിട്ട് ഞാൻ ഇപ്പൊ പറയുന്ന ഈ 3-4 വാക്കുകൾ മാത്രം നീ എടുത്തിട്ട് എന്നെ വിധിച്ചാലും എന്നെ നരകത്തിലിടാനേ കൊള്ളുള്ളൂ. അപ്പൊ കർത്താവിനോട് പറയുക, നിന്റെ പ്രവൃത്തി നോക്കി ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ നരകത്തിൽ. പക്ഷെ ഞാൻ പ്രവൃത്തിയല്ല നോക്കിയത്, പിന്നെ എന്താ നോക്കിയത്? ഉന്നം എങ്ങോട്ടാ പിടിച്ചത്, അത് മാത്രം നോക്കി. എവിടെ പോയി വീണെന്ന് നോക്കുന്നതാണ് പ്രവൃത്തി. എങ്ങോട്ടായിരുന്നു എൻ്റെ ദൃഷ്ടി, എൻ്റെ ഉന്നം, എൻ്റെ ഞരക്കം, എൻ്റെ ആഗ്രഹം, ആശ എന്തിലായിരുന്നു വെച്ചിരുന്നത്? അതാണ് ഫെയ്ത്ത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ യേശുവിന് വേണ്ടി ഞരങ്ങുമ്പോൾ ഞാൻ ഔട്ട്പുട്ടിൽ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കർത്താവ് വിശ്വാസത്തെ എനിക്ക് നീതിയായി കണക്കിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, കർത്താവെ, ഞാനല്ല നീ ആയിരിക്കണം. അല്ല വേറെ വലിയ പ്രസംഗനെ പോലെ ആകാൻ വേണ്ടി അല്ല, യേശുവിനെ പോലെ ആകാൻ വേണ്ടി ആണ് ഞാൻ ഞരങ്ങുന്നതെങ്കിൽ എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതയിൽ ആര് തികച്ചോളും? അത് കർത്താവ് തികച്ചോളും. അവിടെ ചെല്ലുമ്പം പ്രതിഫലം എങ്ങനെ എഴുതി വെക്കുന്നറിയോ? യേശു ക്രിസ്തു പ്രസംഗിച്ചതിന്റെ പ്രതിഫലം ആരുടെ അക്കൗണ്ടിലാ? ആരുടെ അക്കൗണ്ടിൽ? എൻ്റെ അക്കൗണ്ടിൽ. യേശു സ്നേഹിച്ചതിന്റെ പ്രതിഫലം എൻ്റെ അക്കൗണ്ടിലാ. അവന്റെ നീതി എൻ്റെ അക്കൗണ്ടിൽ വരുന്നതിന് എന്താ കാരണം? ഫെയ്ത്ത് ആണ് കാരണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഉന്നത്തിലൂടെ നമ്മൾ യേശു എന്ന ടാർഗറ്റാണ്, നമുക്കല്ലാതെ ഒരു ടാർഗറ്റും ഇല്ല. മനുഷ്യനെ ലക്ഷ്യം വെച്ചാൽ നമുക്ക് നീതിമാന്മാരാന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ യേശുവിനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമുക്ക് അവനിലെത്താതെ സമാധാനം ഉണ്ടാവില്ല. അവനിലെത്താതെ നമ്മുടെ ഹൃദയം റെസ്റ്റ് ചെയ്യത്തില്ല. അവനിലെത്താതെ നമുക്ക് നമ്മളെ തന്നെ നല്ലത് എന്ന് പറയാൻ കഴിയില്ല. കാരണം യേശു നമ്മുടെ മുമ്പിൽ അതുപോലൊരു വെളിപ്പാടായിട്ടാണ് വരുന്നത്. അവന്റെ നീതി സകല മനുഷ്യരെയും പാപബോധത്തിലേക്കും, അല്ലെ, ഒന്നുമില്ലായ്മയുടെ ആ ഫീലിംഗിലേക്ക് നയിക്കുന്നത്. വർത്ത് ലോർഡ്, താങ്ക് യു ഫോർ യുവർ ഗ്രേസ്. നിന്റെ കൃപയാൽ മാത്രമാണ് ഞാൻ ശ്വാസം വിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ ഫീലിംഗ് നിങ്ങളുടെ അകത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും കർത്താവിനെ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. അപ്പോൾ ഇതാണ് നീതിയുടെ വചനം. നീതിയുടെ വചനത്തിലുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഉന്നം പിടിച്ചുള്ള പരിചയമാണ്. മരണഭയത്തെ അതിജീവിക്കുന്ന, വിശ്വാസം പ്രകടിപ്പിക്കുന്ന പരിചയം. ഉദാഹരണം, ഈ മരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് ശാരീരിക മരണമാണ്. ശാരീരിക മരണം നിർബന്ധമൊന്നുമല്ല. ഓരോ സമയത്തും എൻ്റെ ആർഗ്യുമെന്റിന്റെ മരണം പലതരത്തിലുണ്ടാകും. മരണം വർക്ക് ചെയ്യുന്നത് ഈ പഴയ മനുഷ്യനിൽ എപ്പോഴും ഇത് വർക്ക് ചെയ്തോണം, ഈ മരണം വർക്ക് ചെയ്യണം. പഴയ മനുഷ്യൻ എവിടെല്ലാം എഴുന്നേക്കുന്നോ അവിടെയെല്ലാം എന്ത് വർക്ക് ചെയ്യണം? മരണം വർക്ക് ചെയ്യണം. കാരണം ഇൻ പ്രിൻസിപ്പിൾ ഹി ഹാസ് ഡൈഡ്. ആ മരണം എൻ്റെ പഴയ മനുഷ്യൻ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ
പഴയ മനുഷ്യന്റെ മരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ വ്യക്തമായി പ്രകടമായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ക്രൂശ് എടുത്ത് എന്തിനാ കർത്താവിന്റെ പറയാൻ പോകുന്നേ? ഈ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തോക്കെടുത്തോണ്ടിരാൻ പറയുന്നത് എന്താ? അതും കൊല്ലാനുള്ള ഉപകരണം അല്ലേ? തോക്കൊന്നില്ലായിരുന്നല്ലേ? കത്തി. ക്രൂശിന് പകരം അന്ന് യേശു ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കാൻ പറയുമ്പോൾ യേശു ക്രൂശിൽ കയറിയിട്ടില്ല. ശിഷ്യന്മാരൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇവിടെ ആളുകൾ ക്രൂശിക്കപ്പെടുന്നത്. അന്ന് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരു വിശുദ്ധ വസ്തുവായിട്ട് മാറിയിട്ടില്ല. അന്ന് ക്രിമിനലുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ക്രൂശ്. അപ്പൊ യേശു അന്നത്തെ കാലത്ത് മരിക്കുന്നതിന് മുമ്പാ പറയുന്നേ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മരിക്കാൻ തയ്യാറായി ഓരോ ദിവസവും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. അപ്പം there is a death expectation every moment. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനുശേഷം നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം എൻ്റെ പഴയ ജഡം മരിക്കാനുള്ള ആ ക്രൂശീകരണത്തെ ഞാൻ അനുഭവിക്കുകയും യേശുവിന്റെ പുതിയ ജീവനെ ഞാൻ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ്സ് ദ ഹോൾ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തിരിച്ചു വരുന്നത് എബ്രായ ലേഖനത്തിലേക്കാണ്. നമ്മൾ ഇന്നലെ കണ്ട എബ്രായ ലേഖനത്തിലേക്ക്. എബ്രായ ലേഖനത്തിലെ നീതിയുടെ വചനം എന്താണെന്നാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവൻ. ഇതെങ്ങനെ പരിചയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ദൈവത്തിന് മാത്രമേ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു 2-3 എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയാം. ഈ നീതിയുടെ വചനത്തിൽ എങ്ങനെ നമുക്ക് പരിചയം ഉണ്ടാകും. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നു. 2 തരം ഭിക്ഷക്കാരുണ്ടല്ലേ. ഒന്ന് അമ്മ വല്ലതും തരണേ എന്ന് പറയുന്നത്, അവർക്ക് 2 രൂപ 5 രൂപ അന്നത്തെ കണക്ക്. ഇപ്പൊ 10 രൂപയൊക്കെ ആയിട്ടുണ്ട്. വേറെ ചില തരം ഭിക്ഷക്കാരുണ്ട്. അവർ നല്ല കോട്ട് സ്യൂട്ട് ഒക്കെ നല്ല ഫെൽ ഡ്രസ്ഡ് ആയിരിക്കും. എനിക്ക് വിജയവാഡ വരെ പോകാനുള്ള വണ്ടിക്കൂലി പോക്കറ്റ് അടിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഭിക്ഷക്കാരുണ്ട്. അവർക്ക് നമ്മൾ 2 രൂപ 5 രൂപ കൊടുക്കില്ല. എങ്ങനെ പറ്റും? എൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് ഒരു 30 രൂപയെങ്കിലും, റൈറ്റ്? അങ്ങനെയുള്ളൊരു ഭിക്ഷക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, വിജയവാഡ വരെ പോകാനുള്ള വണ്ടിക്കൂലി പോക്കറ്റ് അടിച്ച് പൈസ സഹായിക്കണം. അപ്പം അന്ന് രാവിലെ ഞങ്ങൾ ബൈബിൾ വായിച്ചുള്ളൂ, നിങ്ങളോട് ചോദിക്കുന്നവനെ അവനും കൊടുപ്പിൻ. എത്ര രൂപ? 50 രൂപ. ഞാൻ പറഞ്ഞു, ബൈബിൾ പറഞ്ഞു 50 രൂപ കൊടുത്തരേ. ആ ശരി, കൊടുത്തു. ആകെ 200 ഞങ്ങളുടെ കയ്യിലുള്ളൂ. ആകെ 200 രൂപയുള്ളൂ. ഇയാൾ 50 രൂപയായിട്ട് പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരുത്തിനെ വിട്ടേക്കുന്നു. അയാൾ ഒന്ന് ചോദിക്കും, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എന്നെ സഹായിക്കണം, എനിക്ക് യാത്രയ്ക്കായിട്ട് ഞങ്ങൾ 3-4 പേരുണ്ടെന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവിടെ വന്നാൽ പൈസ കിട്ടും. അയാൾക്ക് പക്ഷെ 50 രൂപ കൊടുക്കാൻ തോന്നിയില്ല, 30 രൂപ കൊടുത്തു. 3-മതൊരാളുടെ വന്നപ്പോൾ എനിക്ക് പേടിയായി. ഇതെന്താ പ്രശ്നം എന്നറിയാം? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടിലെ മുഴുവൻ മനുഷ്യരവിടെ കാണും. സമ്മതിച്ചോ? നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ പുതുമഴ പെയ്യുമ്പം ഈയലുകൾ വന്ന് നിറയും. മുഴുവൻ ഈയലുകൾ നിറയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? പതുക്കെ ജനാലയൊക്കെ വെളിയിലെടുത്ത് നോക്കുമ്പം അപ്പുറത്ത് നമ്മുടെ സഹോദരന്റെ വീട്ടിൽ ലൈറ്റ് ഉണ്ട്. എന്നാ പിന്നെ ഒരു പണി കൊടുത്തേക്കാം, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. ഈ പ്രാണികളെല്ലാം കൂടെ പോയി അവിടെ പോയി. അപ്പം നമ്മൾ സമാധാനമായിട്ട് കുറേ നേരം ഇരിക്കും, പ്രാണികളെല്ലാം ചാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് യേശുവിൻ്റെ വെളിച്ചം എപ്പോഴും ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഓൺ ചെയ്താലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സകല പ്രാണികളും വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പറയും കീഴ് വെക്കാനൊരു പ്രലോഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അതുകൊണ്ട് എവിടെ വെച്ചോണെങ്കിലേ വെളിച്ചം. അപ്പം നഗരത്തിന്മേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സഭ എന്ന് പറയുന്ന ഒരു നഗരത്തിന്റെ മുകളിൽ, ഒരു മലയുടെ മുകളിലിരിക്കുന്ന ഒരു പട്ടണം പോലെയാണ്. നഗരത്തിന്മേലിരിക്കുന്ന പട്ടണമല്ല, മലയുടെ മുകളിലിരിക്കുന്ന പട്ടണം. ആകെ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പൊ എല്ലാവരും കാണണമെന്നാണ്. ചേസിന്റെ വീട്ടിൽ ചെന്നാൽ പൈസ കിട്ടും കേട്ടോ എന്ന് എല്ലാവരും അറിയണം, നാട്ടുകാർ മുഴുവൻ. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എൻ്റെ വീട്ടിൽ ഒരു വകയും കാണുകയില്ല പിന്നെ, അല്ലേ? അപ്പൊ ഈ ഒരു ദേശത്ത് ആകെ നിങ്ങളുടെ ചർച്ചിൽ മാത്രമേ വെളിച്ചമുള്ളൂ എന്ന് വിചാരിച്ചോ? അങ്ങനെ ആകട്ടെ, അല്ലെ? എല്ലായിടത്തും ഉണ്ടാകട്ടെ, പക്ഷെ ഇവിടെ എങ്കിലും ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടെന്ന് വിചാരിച്ചോ? അപ്പൊ ഈ വെളിച്ചം അന്വേഷിച്ച് വരുന്നവർ ആരൊക്കെ ആയിരിക്കും അറിയോ? നല്ല മനുഷ്യർ കാണും, വെളിച്ചത്തിരുന്നല്ലോ പഠിക്കാന്ന് വിചാരിക്കുന്ന പിള്ളേർ കാണും, വെളിച്ചമുള്ളിടത്ത് വെളിച്ചം അന്വേഷിച്ച് നടക്കുന്ന ക്രിമിനലുകൾ കാണും. എല്ലാ തരം മനുഷ്യരും, ലോകത്തുള്ള സകല കീടങ്ങളും കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആരും പറയരുത് കേട്ടോ ഞാൻ പൈസ തന്നു, കാരണം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുമോ, ഇനി ആരെയും കാണിക്കരുത്. കർത്താവ് പറഞ്ഞു ധൈര്യമായിട്ട് ലൈറ്റ് തെളിച്ചോ. അപ്പൊ 3-മത്തെ ആളും വന്നു. കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? ലൈറ്റ് എവിടെ വെക്കരുത്. അപ്പൊ നീതിയുടെ വചനം ഇങ്ങനെ കിടക്കുക, അനുസരിക്കാനൊരു നിവൃത്തിയില്ല. അപ്പൊ ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവ് ഇങ്ങനെ ഇത് അനുസരിക്കാൻ പറ്റുമോ? പ്രാക്ടിക്കലാണോ? അപ്പോൾ കർത്താവ് ഒരു അക്ഷരം പോലും മറുപടി പറയുന്നില്ല. അന്ന് ഓസ്വേൾഡ് ചേമ്പേഴ്സിന്റെ പുസ്തകം എൻ്റെ മേശപ്പുറത്ത് കിടപ്പുണ്ട്. ഞാനതെടുത്ത് നോക്കിയപ്പം 2007 നടന്ന കാര്യം. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുക, കർത്താവെ, ഓസ്വേൾഡ് ചേമ്പേഴ്സിന്റെ പ്രാർത്ഥനയാണ്, കർത്താവെ എൻ്റെ വീട്ടിൽ ആര് വന്നാലും നോ പറയാൻ എന്നെ അനുവദിക്കരുതേ. കൊള്ളാം അല്ലേ?
പോയിന്റ് നമ്പർ 2, നീ അനുവദിക്കാത്ത ഒരുത്തരും എൻ്റെ വീട്ടിലേക്ക് വരരുത്. ഞാൻ പറഞ്ഞു, കർത്താവെ ആര് വന്നാലും നോ പറയില്ല, പക്ഷെ നീ പറയാത്ത ഒരുത്തനും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അത് 2007 നടന്ന കാര്യം. ഞങ്ങൾ 7 വർഷവും കൂടെ ആന്ധ്രയിലുണ്ടായിരുന്നു. ഭിക്ഷക്കാർ വരും, അപ്പുറത്തെ വീട്ടിൽ പോവും, ഇപ്പുറത്തെ വീട്ടിൽ പോവും, ഞങ്ങളുടെ വീട്ടിൽ വരികയില്ല. അതേ സമയത്ത് ഇതേ ഭിക്ഷക്കാർ വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞു ഒരു പക്ഷേ കേരളത്തിൽ ഒന്ന് നിങ്ങളെ ഇന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയി കാണും, പക്ഷെ ഞങ്ങളുടെ അടുത്ത് വരികയില്ല. ദൈവം അതങ്ങ് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ധൈര്യമായി വെളിച്ചം എവിടെയും വെക്കാം, ദൈവം അറിയാത്ത ഒരുത്തിനും നമ്മുടെ അടുത്ത് വരില്ല. കാരണം ഹി ഈസ് ദ കിങ്. അവനാ തീരുമാനിക്കുന്നത്. ഒരു പാഠം പഠിച്ചാൽ അതിന്റെ എക്സസൈസ്, നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സിന്റെ ഒക്കെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ, NCERT പുസ്തകം പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പം ഫിസിക്സിന്റെ ഒക്കെ പുസ്തകത്തിൽ ആദ്യം കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ കാണും. പിന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പം സ്റ്റാർ, ഒരു സ്റ്റാർ, അന്നൊക്കെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇന്നെങ്ങനെ പറയുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ താഴോട്ട് ഇരുന്നൂറ് ടഫായി വരും. അപ്പോൾ വിശ്വാസത്തിന്റെ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളുണ്ട്. മരിച്ചാലും സാരമില്ല എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന, തോറ്റുപോയാലും സാരമില്ല എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന പരീക്ഷണങ്ങളിലൂടെയാണ് ദൈവം ഈ നീതിയുടെ അഭ്യസനം എനിക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അത് നമുക്കായി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന പ്രവൃത്തികളാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതും കാപ്പി കുടിക്കുന്നൊന്നും അല്ല. വിശ്വാസം എക്സർസൈസ് ചെയ്യാതെ പൂർത്തിയാക്കാൻ പറ്റാത്ത നീതിയുടെ പല എക്സർസൈസസ് നമ്മുടെ ജീവിതത്തിൽ വരും. അത് പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് നീതിയുടെ വചനത്തിൽ പരിചയം ഉണ്ടാകുന്നത്. 1-2 എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ദിവസം ഞാൻ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലെ കോട്ടയത്തിലേക്ക് ട്രെയിനിൽ വരികയാണ്, ശബരി എക്സ്പ്രസ്സിൽ വരികയാണ്. അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദർ മരിച്ചു. ഏതാണ് കാര്യം? അപ്പോൾ അവന് ഭയങ്കര ടെൻഷനാണ്, എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആൾക്കാർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ കയറിയാക്കാമെന്ന് വിചാരിച്ചു. ട്രെയിനിൽ കയറിയപ്പം ശബരിമല സീസണാണ്, ഭയങ്കര തിരക്കാണ്. ശബരി എക്സ്പ്രസ് ആണ്, ഹൈദരാബാദ് ടു എറണാകുളം. ഓങ്കോളിൽ ഞാൻ കയറി. ജനറൽ കമ്പാർട്ട്മെന്റ്, എനിക്ക് റിസർവേഷൻ ഇല്ലാതെ ഒരിടത്തും പോകാൻ പറ്റില്ല ഈ തടിയും വെച്ചോണ്ട്. അവിടെ അതൊരു പ്രശ്നമായിരുന്നു. കാരണം ഈ കർത്താവിനോട് ഞാൻ പറഞ്ഞേക്കുന്നേ, എന്നെ എവിടെ വിട്ടാലും എനിക്ക് റിസർവേഷൻ തരണമെന്നാ. അത് തടി കാരണമാണ്. കർത്താവ് പറഞ്ഞാൽ അതില്ലാതെ നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ എനിക്ക് ഇത് സംഭവിച്ചു. ഞാൻ കയറിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒരു സീറ്റ് ഇരിക്കാൻ നീ എനിക്ക് സംഘടിപ്പിച്ച് തരണം. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അടുത്തിരിക്കുന്നയാളോട് ചോദിച്ചു, എവിടെ ഇറങ്ങുന്നേ? പാലക്കാട്. ഇയാൾ എവിടെ ഇറങ്ങുന്നേ? എറണാകുളം. ഒരുത്തിന് ചോദിച്ചപ്പോൾ കോട്ടയം, വേറൊരുത്തൻ ചെങ്ങന്നൂര്. അടുത്തൊരാൾ ചോദിച്ചപ്പോൾ തനിക്ക് വരെ പണിയൊന്നുമില്ല, ഞങ്ങളെല്ലാം കേരളത്തിൽ അനങ്ങാതെ അവിടെ നിൽക്കാൻ പറ്റും. ഇനി ആരോടും ചോദിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ എന്തായാലും ഇവന്മാരെല്ലാം കേരളത്തിലേക്കാ, ഇവരാരും സീറ്റ് തരാൻ പോകുന്നില്ല. ചാരി നിൽക്കാൻ ഒരു തൂണെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നോക്കിയിട്ട് ഒരു തൂണെന്ന് പറയാൻ പറ്റില്ല, ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സീറ്റാണ് തൂണ്, സീറ്റിന്റെ സൈഡ്. അത് ഒരു ചെരുവിൽ തന്നെ 3-4 പേരുണ്ട്. ഇപ്പോൾ ഒരാളൊന്ന് ബാത്റൂമിൽ പോയാൽ പോലും അത് മറ്റൊരു അഡ്ജസ്റ്റ് ചെയ്ത് തീരും. എന്നെപ്പോലെ ഒരുത്തിന് കയറി നിൽക്കാൻ അവിടെ പ്ലേസ് ഒന്നും ഇല്ല. ഞാൻ അതും കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം പ്രാർത്ഥന കുറഞ്ഞു വരുമോ? ഭയങ്കര വിശ്വാസമല്ലേ? അടുത്ത പ്രാർത്ഥന, കർത്താവേ ഇതും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പൊ പ്രാർത്ഥന കുറച്ചുകൂടെ പരിഷ്കരിച്ചു. ഇനി എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നറിയോ? ഇവിടെയാണ് ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. കർത്താവേ, ക്രൂശിൽ നീ കാലും കെട്ടപ്പെട്ടവനായിട്ട് കിടന്നതല്ലേ, എനിക്ക് അത്രയും പ്രശ്നമില്ലല്ലോ. കോട്ടയം വരെ നിൽക്കാനുള്ള കൃപ നീ എനിക്ക് തരണം. അവിടെയാണ് ഞാൻ ദൈവത്തിന് കീഴടങ്ങുന്നത്. നിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അവിടെയാണ്. എന്നെ അവിടെ എത്തിക്കാന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലാതെ എന്നെ നടുപിടിക്കാന്നുള്ളതല്ല. ഞാൻ ഇത് പറയലും ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞാണായിരിക്കും ഒരു മനുഷ്യനെ പുറകിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ പുറകോട്ട് നോക്കി, എന്താന്ന് ചോദിച്ചത്. ഇത് അങ്ങ് പുറകോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പം അതിന്റെ അങ്ങേയറ്റത്ത് ഒരുത്തൻ വരാൻ പറഞ്ഞു. ഞാൻ ഈ ബാഗൊക്കെ തൂക്കി അത് അപ്പുറത്തും ഇപ്പുറത്തും തട്ടും. നിങ്ങൾ ആലോചിച്ച് വെക്കണം, എല്ലാവരുടെയും ചീത്ത കേട്ടോണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അയാൾ പറയാണ്, അവിടെ ഒരു 60 പേരെങ്കിലും നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നവർ കൂടാതെ ഒരു 50-60 പേരെങ്കിലും ആ ഗ്യാപ്പിൽ നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത്, ഞാൻ ഈ അടുത്ത നെല്ലൂരിൽ ഇറങ്ങോട്ടെ, ഇവിടെ ഇരുന്നോളെ, എങ്ങനെയുണ്ട്? കർത്താവ് എന്താ ചെയ്തേ? കർത്താവിനറിയാം എന്നെ കൊണ്ട് എന്ത് നടക്കും. തിരുപ്പതി എത്തുന്നതിന് മുമ്പ് ഞാൻ ഇതിനെല്ലാം ചീത്ത പറയുമെന്നും എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നും കർത്താവിനറിയാം. കാരണം അതാണ് ശരീരം അത്രേ ഉള്ളൂ. ഇതിന്റെ ഹോർമോണുകളൊന്നും വലിയ കപ്പാസിറ്റി ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന വീരന്മാരൊന്നും അല്ല നമ്മൾ. കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, ഇവനെ കൊണ്ട് ഇത്ര ശക്തിയുള്ളൂ. ഇവന്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിപ്പിച്ചു. ചെറിയ എക്സസൈസ് എന്ത് പറഞ്ഞാൽ മതി, നിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കും, അത്രയും പറഞ്ഞാൽ മതി. പറയിപ്പിച്ചു, സീറ്റും തന്നു. ഞാൻ പാപം ചെയ്തില്ല ആ കാര്യത്തിൽ, അല്ലേ? പാപത്തിൽ നിന്ന് ദൈവം എനിക്കൊരു പോക്കുവഴി തന്ന് എന്നെ രക്ഷിച്ചു. ഇങ്ങനെ അനേകം എക്സസൈസിലൂടെയാണ് നമ്മൾ ഒരിക്കലെങ്കിലും കൺഫസ് ചെയ്യും, കർത്താവെ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അവൻ എന്നെ തോപ്പിച്ചാലും കുഴപ്പമില്ല, അവൻ എൻ്റെ പൈസ എല്ലാം അടിച്ചുകൊണ്ട് പോയാലും കുഴപ്പമില്ല, നിന്റെ നീതി എന്നിലൂടെ കണ്ടാൽ മതി.
ഈ ഞരക്ക ഉള്ളിൽ ഉണ്ടാക്കുന്നത് വരെ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങളിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കും. മരണഭയം എടുത്തു കളയാൻ വേണ്ടിയാണ് ആ പരീക്ഷണം. മരണത്തെ ഭയപ്പെടുന്നവന് യേശുവിന്റെ നീതിയിലേക്ക് നോക്കാൻ പറ്റില്ല. പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ യേശുവിന്റെ നീതി നമുക്ക് അവകാശമാവുകയുള്ളൂ. അതാണ് ഹൃദയത്തിൽ ഇരിക്കേണ്ട കാര്യം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ദിവസം എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര പനി, 103 ഡിഗ്രി പനി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്ത് ചെയ്താൽ പനി കുറയുന്നില്ല. ആന്റിബയോട്ടിക് കൊടുക്കുന്നു, അതോട് സലൈൻ കൊടുത്ത് ഇട്ടിരിക്കുന്നു, ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നു. 2 ദിവസമായി 3 ദിവസമായി പനി കുറയുന്നില്ല. ഡോക്ടറിനെ വിളിച്ചു, മലയാളിയാണ്. നിങ്ങളുടെ വീട്ടിൽ എയ്ഡ്സ് ഉള്ളൊരു കൊച്ചുണ്ടല്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേര് HIV ഒന്ന് പരിശോധിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉള്ളിൽ കൂടെ ഒരു ഇടിവാൾ ഇങ്ങനെ കടന്നുപോയി. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഒരാഴ്ച മുമ്പ് എൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടായിരുന്നു. സ്വപ്നം, നോട്ട് ദർശനം. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു പെന്തക്കോസ്തുകാരാണ് നിങ്ങൾ, ആത്മാവുള്ളവരാണെങ്കിൽ നിങ്ങളെ ബോധം കെടുത്തിയില്ലാതെ തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കണം. സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് വരരുത്. നിങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെ വന്നാൽ ചെവി കൊടുക്കുകയും ചെയ്യരുത്. ദൈവത്തിന് നമുക്ക് സുബോധം ഉള്ളപ്പോൾ നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എൻ്റെ ഭാര്യ കണ്ട സ്വപ്നം ഇതാണ്. ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് 2 പേർക്ക് എയ്ഡ്സ് ആണ് സ്വപ്നത്തില്. അതുകൊണ്ട് അപ്പൊ സ്വപ്നത്തിൽ എൻ്റെ ഭാര്യ വന്ന് എന്നോട് പറയുവാ നമുക്ക് 2 പേർക്ക് എയ്ഡ്സ് ആണെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് മറുപടി പറയാണ്, സാരമില്ല, എയ്ഡ്സ് അല്ലേ ഉള്ളൂ. എയ്ഡ്സ് ഉണ്ടെങ്കിലും ഇല്ല 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ നമുക്ക് മരുന്നൊക്കെ വെച്ച് ജീവിക്കാം. അപ്പൊ തന്നെ നമുക്ക് 19 വയസ്സാവും, അതുവരെ ജീവിച്ചാൽ പോരെ. സ്വപ്നത്തിലാട്ടോ, നേരിട്ട് അങ്ങനെയൊന്നും പറയല, സ്വപ്നത്തിൽ. ഇതെല്ലാം സ്വപ്നമാണ്. ഇങ്ങനൊരു സ്വപ്നത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഡോക്ടർ പറയുന്നത് നിങ്ങളൊന്ന് പോയി പരിശോധിച്ചോ. അപ്പൊ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്? ഇത് മിക്കവാറും അത് തന്നെയായിരിക്കും. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി ഇരിക്കുകയാണ്. ഇപ്പൊ കർത്താവ് എന്നോട് ചോദിക്കുക, കർത്താവിന്റെ ആത്മാവിനോട് ചോദിക്കുക, നീ പ്രസംഗിക്കുന്ന എന്താ, നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്താ കർത്താവേ? നീ അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുഷ്ഠരോഗികളുടെ ഇടയിൽ പോയി ശുശ്രൂഷിക്കാൻ പോയ മൊറേവിയൻ മിഷണറിമാര്, അവരോട് ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ ആ കുഷ്ഠരോഗികളുടെ ഐലൻഡിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ചു വരരുത്, ആ വഴി പൊക്കോണം എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പം ഞങ്ങൾ പൊക്കോളാം, ഇനി തിരിച്ചു വരുന്നില്ല എന്നും പറഞ്ഞ് അവർ പോയി. പിന്നെ അവരെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. കാരണം കുഷ്ഠരോഗം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി പോകുന്നവർ എന്നേക്കുമായി പൊക്കോണം എന്നായിരുന്നു നിയമം. ഇതൊക്കെ നീ പ്രസംഗിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച ഒരാൾക്ക് കുഷ്ഠരോഗം വന്നാൽ അത് ദൈവത്തിന്റെ കൃപയും കരുണയും. HIV ഉള്ള ഒരാളെ ശുശ്രൂഷിച്ചിട്ട് HIV കിട്ടിയാൽ നീ എന്ത് പറയും? ഇതാണ് ചോദ്യം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കിത് മിക്കവാറും കിട്ടിയതായിരിക്കും, നമുക്ക് സ്തോത്രം ചെയ്തെങ്കിൽ സ്വീകരിക്കാം. അപ്പൊ എൻ്റെ ഭാര്യ പറയും, അയ്യോ, അന്നേരം മനസ്സിലാകുന്ന സ്വപ്നം എല്ലാം നിറവേറി വരുക. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവം അവിടെ ഇരുത്തി ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു, മരിച്ചാലും സാരമില്ല, അത് പറയിപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും നോക്കിയ മരിച്ചാലും സാരമില്ല, തോറ്റുപോയാലും സാരമില്ല, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന, നമ്മൾ തോറ്റുപോകും. എന്നാൽ പോലും വിവിധ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ഓരോ ദിവസം ഒരുക്കി വെച്ച് നമുക്ക് നീതിയുടെ വചനത്തിൽ കർത്താവ് തരുന്നൊരു ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ് നമുക്ക് മിസ്സായി പോയാൽ നമുക്ക് കട്ടിയ ആഹാരം കഴിക്കാൻ സാധിക്കില്ല. കട്ടിയാഹാരത്തിന് ഉദാഹരണോടെ പറയാം. ഇത് ഉദാഹരണം പറഞ്ഞ, കാരണം സത്യത്തിൽ ഉദാഹരണം പറയേണ്ടത് എന്നെ സംബന്ധിച്ചൊരു സാക്ഷ്യവും കൂടെയാണ്. ഇത് വചനവും സാക്ഷ്യവും കൂടെ. ഇത് തന്നെ ഞാൻ നിങ്ങളുടെ 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ടും പഠിപ്പിക്കാൻ ശ്രമിച്ച വചനം കർത്താവ് എന്നൊരു 15 വർഷം കൊണ്ടെങ്കിലും പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി താമസിക്കാൻ വന്നു. പെൺകുട്ടിയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടിയാണ്, സ്ത്രീ ആണെന്ന് ചോദിച്ചാൽ സ്ത്രീ. അതിന് എത്ര പ്രായം ആർക്കും അറിയാൻ മേല. ഐഡന്റിറ്റി കാർഡ് ഇല്ല, അഡ്രസ് ഇല്ല, വിലാസമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു കുടുംബം ഞങ്ങളെ പരിചയപ്പെടുത്തി. അവർ പറഞ്ഞു, ഈ പെൺകുട്ടി പറഞ്ഞത്രേ, ഞാൻ ചെറുപ്പത്തിൽ ജീവിച്ചപ്പോൾ തൊട്ട് എപ്പോഴും ഹോസ്റ്റലായിരുന്നു, എനിക്ക് പേരൻസ് ഇല്ല, ഞാനൊരു ഓർഫനാണ്, എനിക്കതുകൊണ്ട് യാതൊരു വീട്ടിലും താമസ എക്സ്പീരിയൻസ് ഇല്ല. എല്ലാം ക്യൂ, ആഹാരം കഴിക്കാൻ ക്യൂ, ബാത്റൂമിൽ പോകാൻ ക്യൂ, കൈ കഴുകാൻ ക്യൂ നിന്ന് ഞാൻ മടുത്തു, എനിക്കൊരു വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ ഈ സ്ത്രീ ഞങ്ങളുടെ വീട്ടിലോട്ട് താമസിക്കാൻ അവർ റെഫർ ചെയ്തു. നേരെ ഓങ്കോളിലോട്ട് വന്നു. ഓങ്കോൾ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവര് പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഓർഫനേജ് അവർ പറഞ്ഞ സ്ഥലത്തില്ലായിരുന്നു. തന്നെ ഇവർ സംസാരിക്കുന്ന തമിഴ് ഇന്ത്യൻ തമിഴല്ല, ശ്രീലങ്കൻ തമിഴ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഭയം തോന്നി, ഇനി ശ്രീലങ്കൻ തമിഴ് പുലി വല്ലതും ആണോ എന്നുള്ളത്. അപ്പൊ ഇതാരാന്ന് ഒരു പിടിയില്ല, ഐഡന്റിറ്റി കാർഡും ഇല്ല, യാതൊരു രേഖകളും ഇല്ല. ഒരു ദിവസം ഒരു ഫോൺ വന്നു, കേരളത്തിൽ നിന്ന് ഇവിടെ പെണ്ണ് കാണാൻ വരുവാണ് ഒരാളെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മലയാളിയാ, ഓക്കെ അവൻ വരട്ടെ, അവനോട് ചോദിക്കാം എങ്ങനെയാ പരിചയം, ഇവൾ ആരാ, എന്താ, ഒരു രേഖയില്ലല്ലോ, വരട്ടെന്ന് വിചാരിച്ചു. 1-ാം തീയതി വരുന്നു പറഞ്ഞു. 30-ാം തീയതി ഫോൺ ചെയ്ത് പറയണം ഞാൻ വരത്തില്ലെന്ന്. ഇവള് വയലൻ്റായി, ബോധം കെട്ട് വീഴുന്നു, ഞങ്ങൾ വെള്ളം തെളിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു, പിന്നെയും ബോധം കെട്ട് വീഴുന്നു. അവസാനം ഇവളെ ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ താങ്ങി എഴുന്നേപ്പിച്ച് ഒരു കട്ടിലെ കൊണ്ടേ കിടത്തി. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഡോർ അടച്ചു.
ഞങ്ങളുടെ പിള്ളേർ വെളിയിൽ വിൻഡോയിൽ കൂടെ പോയി നോക്കിയപ്പോൾ ഇവള് ഫാനിൽ കുരുക്കിടുക ചാകാൻ വേണ്ടി. ഞങ്ങൾ ഡോറ് തല്ലി തുറന്ന് അകത്ത് കയറി. ഇവൾ ഉടനെ കേരളത്തിലേക്ക് പോകണം, ഉടൻ പോകണം, അവൻ്റെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, അവൻ പ്രശ്നക്കാരനാണെങ്കിൽ നിന്റെ ജീവിതം ഇതോടെ തീരും. ഇനി അവൻ നല്ല പാവം പയ്യനാണെങ്കിൽ അവൻ്റെ ജീവിതം ഇതോടെ തീരും. കാരണം നീ നിന്നെ പോലെയുള്ള അന്വേഷിച്ച് തന്നെ. അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം ദൈവം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്താൽ സമ്മതിക്കാ. അപ്പോൾ വൈകിട്ട് 3 ട്രെയിൻ ഉണ്ട് കേരളത്തിലേക്ക്. അവളൊരു ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. ഞാനും എൻ്റെ ഭാര്യയും ബൈക്കിൽ പുറകെ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവള് ട്രെയിനിൽ കയറി പോയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവള് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു, ഞാൻ അവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. ഞാൻ പറഞ്ഞു, നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്, നീ ആലോചിക്കുക, തിരിച്ചു വാ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഇല്ലില്ല ഞാൻ എന്തായാലും പോവാന്ന് പറഞ്ഞു. അവൾ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ കുടുംബം അവളെ ഇങ്ങോട്ട് വിട്ട കുടുംബം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവൾ വന്ന കേട്ടണ്ട, കാരണം നമ്മൾ അവൾ അത്രയും സഹായിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ കള്ളവല്ലേ പറഞ്ഞത്, വേണ്ട. ഞാൻ പറഞ്ഞു, ഇനി അവൾ വന്നാൽ ഞാൻ കേട്ടത്തില്ലെന്ന് പറഞ്ഞു. കാരണം നിസ്സാര പണിയല്ല. ആരാ ഏതാന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്താൽ പിറ്റേ ദിവസം വാർത്ത എന്തായിരിക്കും അറിയാമോ? കേരളത്തിൽ നിന്നൊരു മിഷണറിയുടെ വീട്ടിൽ അജ്ഞാത യുവതിയുടെ ജഡം. ആന്ധ്രാപ്രദേശിലെ ഗോതമ്പുണ്ട എങ്ങനെയാന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോഴും ഇറങ്ങിപ്പോരലുണ്ടാവില്ലായിരുന്നു. എന്ത് തെളിയിക്കും നമ്മൾ? ആരാന്ന് തെളിയിക്കും? ഞാൻ ആരാന്ന് പോലും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വേറെ സ്ഥലത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വലിയ ഗമയ്ക്ക് വീട്ടിലോട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കട്ടിലിന് മുമ്പിൽ പോയിട്ട് ഞാനിങ്ങനെ മുട്ടിൽ ഇങ്ങനെ പകുതിയായപ്പോൾ കർത്താവ് പറഞ്ഞു, നീ മേലാൽ നീ അമേസിംഗ് ഗ്രേസ് എന്നുള്ള പാട്ട് പാടരുത്. നീ ആ പെൺകുട്ടിയോട് ചെയ്തതിനകത്ത് കൃപയുമില്ല ആശ്ചര്യവുമില്ലെന്നു. കർത്താവ് ഇങ്ങനെയാണ് ഇടപെടുന്നത്. അങ്ങനെ ഇടപെട്ടാലേ ആത്മാവിന്റെ വാള് നമ്മളെ വിവേചിക്കുള്ളൂ. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ചോദിച്ചു, എന്താ കർത്താവേ, ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത് നിന്റെ ഡോർ അടയ്ക്കണോ വേണ്ടോ എന്നുള്ള കാര്യം? ഞാൻ പറഞ്ഞു, നീയാണ്, നീ തുറന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ ആ ഫാമിലി വിളിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരെ ഓങ്കോളിലോട്ട് ഇട്ടേക്കാം. അപ്പം പറയണമെങ്കിൽ എന്തെല്ലാം റിസ്ക് ചെയ്യണം? അവിടെ എന്തെല്ലാം റിസ്ക് ചെയ്യണം? മരണം, ജയിൽവാസം, നാളെ നടക്കാൻ പോകുന്ന എല്ലാ അനർത്ഥങ്ങൾക്കും ഞാൻ ഉത്തരവാദിയാണ്. അതറിഞ്ഞോണ്ടാ. പക്ഷെ അന്നേരം ഒരു കാര്യം അറിയാം, എൻ്റെ രാജാവും പിതാവുമായ ഒരുവനുണ്ട്. അവനറിയാതെ ഒരു തലമുടിനാര് പോലും നിലത്ത് വീഴില്ല. ഞാൻ കർത്താവിന് പറഞ്ഞു, നിന്റെ അധികാരം, നിന്റെ കർത്തൃത്വത്തിന് കീഴിൽ ഞാൻ ഈ ഡോർ തുറക്കുന്നു. ആരും അങ്ങോട്ട് വന്നില്ല. പക്ഷെ ഡോർ എന്നെ കൊണ്ട് തുറപ്പിച്ചു. കാരണം അതാണ് ദൈവത്തിന്റെ അധികാരം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് അംഗീകരിച്ച് അവൻ തീരുമാനിക്കാതെ ഒരാൾ നിങ്ങളുടെ വീടിന് ഡോർ നോക്ക് ചെയ്യില്ല. അത് ചുമ്മാ എടുത്തിയാടിയല്ല കേട്ടോ. അതിനകത്തെല്ലാം ദൈവത്തിന്റെ ഒരു നടത്തിപ്പുണ്ട്. ആ നടത്തിപ്പ് പഠിക്കണമെങ്കിൽ ഈ വചനത്തിനുള്ള കുഞ്ഞു കുഞ്ഞു അഭ്യസനങ്ങളിലൂടെ നമ്മൾ തോക്കാൻ പഠിക്കണം. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഐ ബിലീവ് ഈസ് ഇൻ ദ ഫാമിലി. തോക്കാൻ പഠിക്കുക. ഫസ്റ്റ് മരിക്കാൻ പഠിക്കുക. മരിക്കാന്ന് പറഞ്ഞാൽ പോയി ചാവുന്ന കാര്യമല്ല പറയുന്നത്. ടു ബി ലോസ്റ്റ് ഇൻ ആൻ ആർഗ്യുമെന്റ്. നിങ്ങളുടെ ഭാഗത്ത് എല്ലാ നീതിയും ഉണ്ടായിരിക്കെ മരിക്കുക. വിട്ടുകൊടുക്കുക, തോറ്റു കൊടുക്കുക. അനീതി അങ്ങ് ജയിച്ചോട്ടെ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ നീതിമാനെന്ന് തെളിഞ്ഞോളും. ഗോഡ് വിൽ വിൻഡിക്കേറ്റ് യു. യു ഡോണ്ട് ഹാവ് ടു വിൻഡിക്കേറ്റ് യുവർ സെൽഫ്. അപ്പൊ ഇങ്ങനെ അവൻ നമ്മളെ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിച്ചിരിക്കുക മാത്രമല്ല, നമ്മൾ ചെയ്തു പോരേണ്ട സൽപ്രവൃത്തികൾ, വിശ്വാസത്താൽ ചെയ്തു പോരേണ്ട നീതിയുടെ വചനത്തെ ബേസ് ചെയ്തുള്ള പ്രവൃത്തി, അതൊന്നും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യില്ല. പക്ഷെ പരിശീലനം. ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കൊച്ചു സാരി ഉടുക്കുന്ന പോലെ, ഇത് പെൺപിള്ളേർ അമ്മയെ ഇമിറ്റേറ്റ് ചെയ്ത് സാരി ഉടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ മോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വിൻഡോ തുറക്കുമ്പോൾ ഇവിടെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ഷോളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി, എങ്ങനെയൊക്കെയോ ചുറ്റി ഒരു വടിയൊക്കെ എടുത്ത് പിടിച്ച്, അവളുടെ ആകെയുള്ള സങ്കല്പം എന്ന് പറയുന്നത് ഈ ടീച്ചർമാർ വടിയെടുത്ത് തല്ലുന്നതാണ്. അപ്പോൾ ടീച്ചറാകുന്നതാണ്. കുറേ കസേരയൊക്കെ നിരത്തിയിട്ടിട്ട് കസേരയെ പഠിപ്പിക്കണം. ഒരു ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്, ഷോളൊട്ട് ശരിയായിട്ടില്ല, സാരി ഒന്നും ആയിട്ടില്ല, പക്ഷെ സ്റ്റിൽ ഷി വിൽ കീപ്പ് ഓൺ ട്രൈങ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിൻഡോയോട് നോക്കുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ ഭാര്യ എന്നിട്ട് അവൾക്ക് അത് ശരിക്കും മുടിപ്പിച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷം. അപ്പോഴാണ് അവൾക്ക് ഒരു വലിയ ആളായെന്ന് തോന്നുന്നത്. നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ വിശ്വാസത്താൽ ഓടി ഉന്നം പിടിച്ച് ഒരിടത്തും കൊള്ളാതെ നിരാശപ്പെട്ട് കരഞ്ഞ്, കർത്താവേ ഞാൻ ഒന്നുമല്ല, ഒന്നും ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് ബ്രോക്കണായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെ വിധിക്കാതെ എന്നെ തന്നെ കണ്ടുകൊണ്ട് ചെന്ന് അവസാനം വിശുദ്ധീകരണത്തിന്റെ അവസാനത്തെ പടി, മുകളിലത്തെ പടിയല്ല, എനിക്ക് വെച്ചിരിക്കുന്ന അവസാനത്തെ പടി ചവിട്ടി അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എന്നെ വിളിച്ചിട്ട് ഈ ശരിക്ക് തുണിയെ മുടിപ്പിച്ചു തരുന്നൊരു ദിവസമുണ്ട്. When I will be clothed with his righteousness. ആ ദിവസം ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ ഇത് ഞാനല്ല, നീയാണ് ചെയ്തത്, നിന്റെ പ്രവൃത്തിയാണ്, സകല മാനവും മഹത്വവും കുഞ്ഞാടിനുള്ളതാണ്. ഞാനിപ്പോഴും നരകയോഗ്യൻ തന്നെയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഞാൻ നരകയോഗ്യനാണ്.
എൻ്റെ പ്രവൃത്തികൾ നോക്കിയാൽ. പക്ഷെ എനിക്ക് പകരം കുഞ്ഞാട് അവൻ നീതി തികച്ചതിനാൽ അവന്റെ നീതി വസ്ത്രം അവൻ ഏകന്റെ അനുസരണത്താൽ നിങ്ങളെല്ലാവരും നീതിമാന്മാരായി തീർന്നതാണ്. ആ ഒറ്റ ആ രണ്ടാം ആദമിന്റെ അനുസരണത്തിലേക്ക് നോക്കുന്നവൻ, ക്രിസ്തുവിലേക്ക് നോക്കുന്നവൻ നീതി പ്രാപിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നീതിയുടെ വചനത്തെക്കുറിച്ച് പരിചയം, തഴക്കം, നീതിയുടെ പ്രവൃത്തികളെ കുറിച്ചുള്ള അഭ്യസനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രവാചകൻ വന്ന് വിശാലമായ വഴി തുറന്നു എന്ന് പറയുമ്പം ഞങ്ങൾക്ക് താല്പര്യമില്ല പ്രവാചക, ഇടുക്ക് വഴി തുറക്കുമ്പോൾ ഒന്ന് അറിയിക്കണേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ നീതിയുടെ നടപ്പ് നമുക്ക് മനസ്സിലാവണം. കഠിന ഫുഡ്, എന്താ പറയുന്നത്, കട്ടിയുള്ള ആഹാരം, സോളിഡ് ഫുഡ്, അത് കഴിച്ച് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരോട് നോ പറയാൻ സാധിക്കുള്ളൂ. എന്നോട് ഒരാൾ പറഞ്ഞു, ഒത്തിരി പ്രവചനങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ, മടുത്തിട്ടുണ്ട്. ഇപ്പം അവരും മടുത്തു എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിർത്തിയതാ. എന്നോട് ഒരാൾ പറഞ്ഞാണ്, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോവാ. ഞാൻ പറഞ്ഞു, എങ്ങോട്ട്? അന്നേരം പുള്ളി പറഞ്ഞു, നിങ്ങളിപ്പോൾ 200 പേരോട് സംസാരിക്കുന്നെങ്കിൽ 2000 പേരോട് സംസാരിക്കാൻ പോകും. ഞാൻ പറഞ്ഞു, താല്പര്യമില്ല. 200 പേരിൽ 20 പേരായിരിക്കും ചിലപ്പോൾ പരിജ്ഞാനം പ്രാപിക്കുന്നത്. അവരെ ഒന്ന് കണ്ടെത്താൻ എന്താ വഴി? ഒരു ശമരിയക്കാരി സ്ത്രീ അന്വേഷിച്ച് യേശു നടന്നൊരു നടപ്പുണ്ട്. ഷണ്ണനെ അന്വേഷിച്ച് ഒരൊറ്റ ഇവാഞ്ചലിസ്റ്റിനെ, ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റിനെ ഒരു മരുഭൂമിയിലേക്ക് വിട്ട കർത്താവുണ്ട്. ആ തലത്തിലേക്ക് ഒരു പ്രൊമോഷൻ എനിക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ആ പ്രൊമോഷൻ ഇല്ല. കൂടി വന്ന 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രസംഗം വരുള്ളൂ. അത് പ്രൊമോഷനാണോ അത് ലോകമാണോ? അത് ലോകമാണ്. ഞാൻ പാലക്കാട് ഒരു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ടൗൺ ഏരി, അത് വലിയ ചർച്ച. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരനോട് ചോദിക്കുക, ഞങ്ങളുടെ ചർച്ചിലൊന്ന് വരാമോ? ഞാൻ പറഞ്ഞു, വരാം. ഞങ്ങളൊരു 10-12 പേരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഉണ്ടാവും എന്നാ വരാം. കാരണം ആ ഒരാളായിരിക്കും ചിലപ്പോൾ അടുത്ത DL മൂടി, ആർക്കറിയാം ദൈവം എങ്ങോട്ടാ വിടുന്നത്, എങ്ങനെ അതായിരിക്കും ഒരു മനുഷ്യൻ ദൈവം വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ദൈവം വെക്കുന്ന ഇടുക്ക് വഴി. അതെന്താണ്? അത് ഓരോ നിമിഷവും സെൻസ് ചെയ്യുവാൻ ആ വേർതിരിവ്. ഇത് പ്രാണനിൽ നിന്നുള്ള ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് പ്രാണനിലേക്കാ. ചില പ്രവചനങ്ങൾ കേൾക്കുമ്പോഴേ ഇത് പ്രാണനെ സുഖിപ്പിക്കുന്നതാ, ആത്മാവിലേക്ക് ഇത് വരുന്നില്ല. കട്ടിയാഹാരം ഇതെനിക്ക് തരുന്നില്ല, സോളിഡ് ഫുഡ് എനിക്ക് തരുന്നില്ല. പക്ഷെ പാല് കുടിക്കുന്നതിന്റെ എൻജോയ്മെന്റിൽ ഞാൻ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ എബ്രായ ലേഖനത്തിന്റെ ബാക്കി ഭാഗം വായിച്ചു നോക്കിയാൽ, നമ്മൾ വായിച്ചു നിർത്തിയതിന്റെ 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ക്ലോസ് ചെയ്യണം. അതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചോ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായം 1 മുതൽ, സോറി 6-ാം അധ്യായം. ഏതുകൊണ്ട് തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരെ പ്രായം തികഞ്ഞവർക്കേ പറ്റുള്ളൂ, അല്ലെ? പ്രായം തികഞ്ഞവർക്ക് എന്ത് പറ്റുള്ളൂ? പരിജ്ഞാനത്തിലേക്ക് പോകാൻ, സോളിഡ് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രായം തികയണമെങ്കിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? ജീവനില്ലാത്ത എല്ലാ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. യേശുവാണ് ജീവനെങ്കിൽ യേശു ജീവൻ ചെയ്യില്ലായിരുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. പിന്നെ ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്. ഇതെല്ലാം പറയാൻ പോയി കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് ഒരാഴ്ച കൊണ്ടൊന്നും തീരില്ല. കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ വചനം പിന്നെയും പറയുന്നതും, കട്ടിയാഹാരം എന്ന് പറഞ്ഞാൽ അത് സോളിഡ് ഫുഡുമാണ്, അല്ലേ? കട്ടിയാഹാരം എന്ന് പറഞ്ഞാൽ പരിജ്ഞാനം. അപ്പൊ യേശുവിന്റെ പരിജ്ഞാനമാണ് എന്ത്? കട്ടിയാഹാരം. എന്താണ് പാല്? ദൈവത്തിന്റെ ആദ്യ വചനങ്ങളെ തന്നെ വീണ്ടും പറയുന്നതാണ് പാല്. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? നമ്മളതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പാല എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അടിസ്ഥാന വചനങ്ങളാണ് വീണ്ടും കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതിൽ നിങ്ങൾ എങ്ങോട്ട് വളരണം? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരണം. അടുത്ത വാക്യം, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം പരിജ്ഞാന പൂർത്തി പ്രാപിക്കും. പരിജ്ഞാന പൂർത്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്തെല്ലാം എനിക്ക് യേശുവിൽ നിന്ന് പഠിക്കാനുണ്ടോ അതെല്ലാം പഠിക്കാൻ വേണ്ടി ഉത്സാഹിക്കുക. ദൈവം അനുവദിച്ചാൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം എപ്പോഴും എന്താണ്? യേശു എന്തെല്ലാം എനിക്ക് കരുതി വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ അവകാശമാക്കുന്ന ഒരു ഓട്ടം ഓടുക എന്നുള്ളതാണ്. എന്താണ് ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ? ആ ഒരു വാക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ കണ്ട ആരെ പോലെ ഇരിക്കും? ഞാൻ റോമൻ കത്തോലിക്കരുടെ യേശുവിനെ കണ്ട ഒരു പ്രത്യേക ഷേപ്പാണ്. ഒരു ദിവസം ഞാനൊരു റോമൻ കത്തോലിക്ക കല്യാണത്തിന് പോയിട്ട് ചർച്ചിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുക അകത്തേക്ക്. എനിക്ക് ചർച്ചിനകത്ത് കയറുന്ന ഭയങ്കര അസ്വസ്ഥതയാണ്. അതിനകത്ത് യേശു എന്ന് പേരുള്ള ഒരാൾ ഇങ്ങനെ ക്രൂശിൽ കിടപ്പുണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പം എൻ്റെ കൂടെ ഒരു യാക്കോബക്കാരനാണ്. പുള്ളി പറഞ്ഞ്, കത്തോലിക്കരുടെ യേശു ഇതുവരെ പുനരുദ്ധാനം ചെയ്ത് പോയില്ലേ? കാരണം യാക്കോബക്കാരുടെ യേശു ക്രൂശിൽ നിന്ന് പോയി, ക്രൂശ് മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ
അപ്പൊ ഞാൻ ഈ യേശുവിനെ നോക്കിയപ്പോണ്ടല്ലോ, ഈ 1994 വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ റോബർട്ടോ ബാജിയോ എന്ന് പറഞ്ഞൊരു ഇറ്റാലിക്കാരൻ കളിക്കാരനുണ്ടായിരുന്നു. അയാളുടെ ഫേസ് കട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിക്കും, കർത്താവ് റോബർട്ടോ ബാജിയോ ക്രൂശിൽ കിടക്കും. പിന്നെ ഞാൻ ഈ കത്തോലിക്കരുടെ യേശുവിനെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഒരു ഇറ്റാലിയൻ ഫേസ് കട്ടാ, ബ്ലൂ ഐസ്, ലോങ് ചിൻ അല്ലേ, പിന്നെ ഇങ്ങനെ ഹൈ ചീക്ക് ബോൺസ്, ഒരു യൂറോപ്യൻ, വൈറ്റ് യൂറോപ്യൻ ആണ് അവരുടെ യേശു. എന്നാൽ ഓർത്തഡോക്സുകാരുടെ യേശുവിനെ കണ്ട ഒരു സിറിയക്കാരൻ, ഒരു ഒസാമ ബിൻ ലാദൻ ലുക്കാണ് അല്ലേ? ആണോ അല്ലയോ? ഒരു സിറിയൻ ലുക്കാ. അത് ഓരോ ദേശക്കാർക്കും അവരുടെ ലുക്കാ ഉള്ളത്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ബ്ലാക്ക് കളറുള്ള യേശു ഉണ്ടായിരുന്നു, ചുരുണ്ട മുടിയൊക്കെ ഉള്ള ബ്ലാക്ക് കളറുള്ള യേശു. ഓ, എൻ്റെ ദൈവം, യേശുവിന് യഥാർത്ഥത്തിൽ എന്ത് ഷേപ്പായിരുന്നേനെ. ഞാൻ ആലോചിച്ചു, 600 കോടി ജനം ഇന്ന്, 700 കോടി ജനം മേളിൽ ഇന്ന് ലോകത്തുണ്ട്. യേശു എത്ര പേരെയാണോ ക്രൂശിൽ പ്രതിനിധീകരിച്ചെന്ന് അറിയാൻ മേല. എത്ര പേര് വിശ്വസിക്കുന്ന യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. അത്രയും പേരുടെ പാപമോചനം കർത്താവ് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പേർക്ക് വേണ്ടി അത്രയും പേരുടെ പാപങ്ങളാണ് യേശു ചുമന്നേക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും കൂടെ ഫേസ് കട്ട് കൂട്ടിയാൽ അതെല്ലാം കൂടെ കൂടുന്ന ഒരു ഫേസ് കട്ട് ആയിരിക്കും യേശുവിന്റെ ഒരു പക്ഷേ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ലോകത്താകെ ഞാൻ ഒരൊറ്റ പാപി മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചു ഒരു നിമിഷത്തേക്ക്. നമ്മൾ അങ്ങനെയല്ലേ നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന, കർത്താവെ ഞാനൊരു പാപി എന്നല്ലേ? ഞങ്ങളെല്ലാം പാപികളെന്നല്ലല്ലോ, ഞാനൊരു പാപി. ഞാൻ മാത്രം ലോകത്ത് പാപി ഉള്ളൂ വരുന്നെങ്കിൽ യേശു ആരുടെ ഷേപ്പിൽ വന്നേനെ? ആരുടെ ഷേപ്പിൽ വന്നേനെ? എന്നെ പോലെ വന്നേനെ. ഞാൻ അനുഭവിക്കേണ്ട എല്ലാ പരീക്ഷകളും അനുഭവിച്ചാൽ മതിയായിരുന്നു. ലോകത്തുള്ള എല്ലാവരുടെയും പാപത്തിന്റെ അനുഭവിക്കണം ഒരാളുടെ. അപ്പം ചെയ്സ് അനുഭവിക്കാൻ പോകുന്ന എല്ലാ പരീക്ഷണങ്ങളും അനുഭവിച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പൊ എൻ്റെ പോലുള്ള പേരൻസ്, എൻ്റേതുപോലുള്ള സഹോദരന്മാര്, എൻ്റേതുപോലുള്ള രോഗങ്ങള്, എൻ്റേതുപോലെയുള്ള പ്രയാസങ്ങള് എല്ലാം വഹിച്ചുകൊണ്ട് എനിക്ക് പകരം യേശു ജീവിക്കുന്നു. സങ്കല്പിച്ചു നോക്കി, അവിടെ ഒന്നും പാപമില്ലാതിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഞാൻ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് പകരം യേശു ജീവിച്ചു, അവിടെ ഒന്നും പാപമില്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ എവിടെ തൊട്ടാലും പാപം. പക്ഷെ യേശു എക്സാക്ട്ലി എനിക്ക് വേണ്ടി എൻ്റെ സ്ഥാനത്ത് ജീവിക്കുമ്പം നോ സിൻ. എൻ്റെ അതേ പരീക്ഷണങ്ങൾ, അതേ ശത്രുക്കൾ, അതേ സ്വഭാവമുള്ള മാതാപിതാക്കൾ, അതേ സ്വഭാവമുള്ള കുടുംബം, പക്ഷെ നോ സിൻ. യെറ്റ് ഹി വാസ് വിത്തൗട്ട് സിൻ. ആലോചിച്ച് നോക്കി. അപ്പൊ ഞാനും കർത്താവും ഒരേ സാഹചര്യത്തിൽ ജീവിച്ചാലും എനിക്കും കർത്താവിനും തമ്മിലൊരു അകലമുണ്ട്. ഹി സിൻലെസ് ആൻഡ് ഐ എം ഫുൾ ഓഫ് സിൻ. അപ്പൊ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സാഹചര്യത്തിൽ പാപമില്ലാതെ കർത്താവ് എങ്ങനെ ജീവിച്ചു എന്നുള്ള തിരിച്ചറിവാണ് എന്ത്? പരിജ്ഞാനം. വാട്ട് വാസ് ക്രൈസ്റ്റ് തിങ്കിങ് വെൻ ഹി ഫേസ്ഡ് ദ എനിമീസ്? ഞാൻ അനുഭവിച്ച അതേ സാഹചര്യങ്ങൾ യേശു കടന്നുപോയപ്പോൾ അവന്റെ ചിന്തകളിലൂടെ എന്താ പോയത്? അതാണ് പരിജ്ഞാനം. ഇത് ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ ഒരു തരത്തിലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ക്രിസ്തു ഓടിയ ഓട്ടം, നടന്ന നടപ്പ്, അവൻ എനിക്ക് പകരക്കാരനായി ജീവിതത്തിന്റെ ഓരോ കോർണറിലും ഹൗ ഹി ഫേസ്ഡ് ഇറ്റ് എന്നുള്ളതിന്റെ റെവലേഷനാണ് എന്നെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം, നോളജ്. ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ജ്ഞാനം എന്താണെന്നറിയോ? യേശു ഇതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ ക്രൗഡിനോടും ഇതിനേക്കാൾ ചെറിയ ക്രൗഡിനോടും അല്ലേ? പക്ഷെ യേശു പ്രസംഗിച്ചപ്പോൾ ഇറ്റ് വാസ് പെർഫെക്റ്റ് അല്ലേ? അപ്പം എൻ്റെ പരിജ്ഞാനം എന്താ? ഞാൻ എന്താ അറിയേണ്ടത്? യേശു എങ്ങനെയാണ്, എന്ത് മനസ്സോടെയാണ്, എന്ത് ആഗ്രഹത്തോടെയാണ്, എന്ത് ബർഡനോട് കൂടിയാണ് സംസാരിച്ചത്? അതാ എൻ്റെ പരിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഞരക്കം. ഇപ്പൊ ജീവിതത്തിന്റെ ഓരോ പ്രലോഭനങ്ങളിലും ഓരോ പരീക്ഷണങ്ങളിലും യേശു എന്ന പകരക്കാരനായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? വാട്ട് വുഡ് ജീസസ് ഡു എന്നുള്ളതാണ് പരിജ്ഞാനം. അതിൽ നമ്മൾ വളർന്നു വരണം. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആകുന്നില്ല. ദാറ്റ് ഇറ്റേണൽ സ്ട്രഗിൾ, ആ സ്ട്രഗിൾ ഒരുപക്ഷെ കർത്താവ് അത് പൂർത്തിയാക്കുമായിരിക്കാം എന്നൊരു ഹോപ്പിലാണ് നമ്മളിത് ഓടുന്നത്. പക്ഷെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ദാറ്റ്സ് ഓക്കെ, കാരണം ഇറ്റ്സ് ഓൾറെഡി ഡൺ. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കാം. 30. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. അപ്പൊ ഒരു കാര്യമുണ്ട്, അവൻ എൻ്റെ സ്ഥാനത്ത് ജീവിച്ചപ്പോൾ എനിക്ക് എന്തെല്ലാമായിരുന്നോ വേണ്ടിയിരുന്നത്, ഞാൻ എന്ത് ജ്ഞാനത്തോടെ ആയിരുന്നോ ജീവിക്കേണ്ടത്, ആ ജ്ഞാനമെല്ലാം കർത്താവ് അവൻ സ്വന്തമായി അവൻ നേടി സമ്പാദിച്ചു. ഞാൻ അവനിലുള്ളത് കൊണ്ട് എനിക്ക് അതേ സമ്പാദ്യങ്ങളിലേക്ക് നടക്കാൻ സാധിക്കും. അതായത് യേശു ഈ പാപമില്ലാതെ ജീവിച്ചപ്പോൾ അവനുണ്ടായിരുന്ന എല്ലാ റിസോഴ്സസും
അവൻ എനിക്ക് അവൻ്റെ ആത്മാവിലൂടെ തരുന്നുണ്ട്. എത്ര പേര് വിശ്വസിച്ചു ഇത്? ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മക്കളോട് സംസാരിക്കുമ്പം, ഭാര്യയോട് സംസാരിക്കും, ഭർത്താവിനോട് സംസാരിക്കുമ്പം യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ ആകുമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് എന്ത് റിസോഴ്സസ് ആണോ വേണ്ടത് അതെല്ലാം ആത്മാവിൽ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത കാരണം ഞാൻ ഒരിക്കലും യേശു ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല. അതുകൊണ്ട് യേശു ഞാൻ ചെയ്ത പ്രവൃത്തിയല്ല നോക്കുന്നത്, പിന്നെയോ എന്നിലൂടെ കർത്താവ് നിർവഹിക്കുന്നതിനെയാണ് നോക്കുന്നത്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? സോ ഓൺലി ത്രൂ എ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നാലാമത്തെ തലം പാപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡിനൈങ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, അതാണ് നാലാമത്തെ പാവം. എനിക്ക് എപ്പോഴെല്ലാം കർത്താവിനെ വേണ്ട, ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ ചെയ്തോളാം, എനിക്കറിയാം അവനെ എങ്ങനെയാണ് മര്യാദ പഠിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ആരാ ജീവിക്കുന്നേ? അവനോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അപ്പോൾ ഐ എം സ്ട്രോങ്. നിങ്ങൾ എവിടെയെല്ലാം നിങ്ങളുടെ പഴയ മനുഷ്യൻ സ്ട്രോങ് ആണോ അവിടെയെല്ലാം നിങ്ങളെ തകർക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ തകർച്ചയാണ് ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത്. മക്കൾ അനുഭവിക്കേണ്ട ഡിസിപ്ലിനിങ് നമ്മൾ പ്രാപിക്കുന്നില്ലെങ്കിൽ അവന്റെ വിശുദ്ധിയിലേക്ക് പോകാൻ സാധിക്കില്ല. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. എന്നാൽ അവനോ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവന്റെ ഇഷ്ടപ്രകാരമാണ്, അല്ലേ? അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് ശിക്ഷിക്കുന്നത്. ഇത് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നീതീകരണം ദൈവം സൗജന്യമായി തരുന്നു, ഒരു നിമിഷം കൊണ്ട് ദൈവം നമ്മളെ നീതീകരിക്കുന്നു വിശ്വാസത്താൽ. അവസാനം കാഹളനാദം കേൾക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ശരീരവും രക്ഷിക്കപ്പെടുന്നു. പക്ഷെ ഇതിനിടയ്ക്കുള്ള ഈ ഓട്ടത്തിൽ വിശുദ്ധീകരണം മുഴുവൻ എൻ്റെ പ്രവൃത്തിയാണെന്നൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കട്ടെ, അല്ലേ? അതുപോലെ അഴുക്ക് ചെയ്യുന്നവൻ ഇനി അഴുക്കാകട്ടെ, അല്ലേ? വിശുദ്ധർ ഇനിയും നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, അതുപോലെ നിങ്ങളുടെ ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകും. അപ്പം ഇവിടെ എല്ലാം നമ്മുടെ മേലൊരു ചുമതല വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പ്രോബ്ലം ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കായി കർത്താവ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:19 പറയുന്നത്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. അപ്പൊ ആരാ വിശുദ്ധീകരിക്കപ്പെട്ടത്? യേശുവാ. ആർക്ക് വേണ്ടിയാ? അപ്പൊ യേശു കഷ്ടത അനുഭവിച്ച് കഷ്ടം സഹിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായപ്പോൾ എന്തിലെല്ലാം തികഞ്ഞു? നമുക്ക് വേണ്ടിയുള്ള ജ്ഞാനത്തിലും നീതിയിലും ശുദ്ധീകരണത്തിലും എല്ലാം കർത്താവ് തികഞ്ഞു, അല്ലെ? അവന്റെ വിശുദ്ധി പൂർത്തിയായിരുന്നു, കംപ്ലീറ്റ് ആയിരുന്നു. അവന്റെ വിശുദ്ധി ഞാൻ പ്രാപിക്കേണ്ടത്. ഇപ്പം എന്നെ കർത്താവ് പറയാം, നിന്നെ നീതീകരിച്ചതല്ലേ, ഇനി തന്നെ വിശുദ്ധീകരിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യും? നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങളുടെ വിശുദ്ധീകരണം തന്നിരിക്കും, നിങ്ങൾ എന്തെല്ലാം ചെയ്യും? എന്തെല്ലാം ചെയ്യും? ഇനി വിശുദ്ധീകരണം എന്താന്ന് പറഞ്ഞില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് പറഞ്ഞാല് ഓക്കെ, ലെറ്റ് ദാറ്റ് ബി അവർ ഫൈനൽ പോയിന്റ് ടുഡേ. ഇത് ദൈവത്താൽ മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറയാൻ വേണ്ടി. ബാക്കി ഞായറാഴ്ച സഭയിൽ വരുന്നവരുടെ കുറച്ച് കാര്യങ്ങൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലായി. നാളെ ഞായറാഴ്ച അല്ലല്ലോ, വെള്ളിയാഴ്ച. ഐ എം സോറി. ഓക്കെ, ഇവിടെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച. ഓക്കെ, നമ്മൾ ഈ രണ്ട് വാക്കുകളൊന്ന് പരിചയപ്പെടുത്താം. ശുദ്ധീകരണം ആൻഡ് വിശുദ്ധീകരണം. ശുദ്ധമായതും വിശുദ്ധമായതും വ്യത്യാസമുണ്ട്. കർത്തൃമേശ എടുക്കുന്ന നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി ശുദ്ധമായി. നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ശുദ്ധമാണ്, പക്ഷെ എന്തല്ല, വിശുദ്ധമല്ല. എപ്പോഴാണ് ഒരു പാത്രം വിശുദ്ധമാകുന്നത്? അതിൽ വിശുദ്ധ വസ്തുക്കൾ, വിശുദ്ധമെന്ന് വേർതിരിക്കപ്പെടുന്ന വസ്തുക്കൾ അതിൽ നിറയുമ്പോഴാണ്, അല്ലേ? വിശുദ്ധീകരണത്തിന് പല മാർക്കുകളുണ്ട്, അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് സെപ്പറേഷൻ. വിശുദ്ധീകരണത്തിന് പല അടയാളങ്ങളുണ്ട്, അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കാണാം. പക്ഷെ ഈ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി, ഒരു പാത്രത്തെ കഴുകുന്നു, യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിച്ച് എന്തിനാണ് ഒരു പാത്രം വെച്ചേക്കുന്നേ? അതിലെന്തോ നിറയ്ക്കാനുണ്ട്, അല്ലേ? എങ്ങനെ നമ്മൾ വിശുദ്ധരാകുന്നറിയോ? യേശുവിന്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ വന്ന് നിറയുന്നതിനാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ശുദ്ധമായ പാത്രത്തിൽ എന്തിനാ നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങൾ, യേശുവിന്റെ സ്വഭാവം അത് നമ്മളിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ടൈം. ഓക്കെ, എഫേസ്യ ലേഖനം 3:20 വായിച്ചു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിൽ അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് എന്താ ചോദിക്കുന്നതിലും എന്താ ചോദിക്കുന്നേ? ഒരു കാറ് നമ്മൾ ചോദിക്കുന്ന കാറിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അങ്ങനെയാണോ? എന്താ ചോദിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. 16 തൊട്ട്. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം
അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി വീതിയും ഉയരവും നീളവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും, അടുത്ത വാക്യം, പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണം. ഇതാണ് പ്രാർത്ഥന. എന്നിട്ട് പറയാ, നിങ്ങൾ വിചാരിക്കായിരിക്കുമല്ലേ ദൈവത്തിന്റെ നിറവിനാൽ എങ്ങനെ നിറഞ്ഞു വരും എല്ലാ നിറവിനാലും എന്ന്. നിങ്ങൾ എന്ത് ചോദിക്കുന്നോ നനയ്ക്കുന്നോ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ നിറവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കഴിയുന്നവനെന്ന്. അപ്പൊ നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശദീകരിക്കുന്നത്. അവൻ യേശുവിന്റെ ഗുണങ്ങൾ നമ്മളിൽ തന്നാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മളെ യേശുവിന്റെ ക്യാരക്ടറുള്ള യേശുവിന്റെ ജനമാക്കി സെപ്പറേറ്റ് ചെയ്യുന്ന ആത്മാവിന്റെ പ്രവൃത്തിയാണ്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ആത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മുടെ ഞരക്കങ്ങളിലൂടെയാണ് ദൈവം അത് സാധിക്കുന്നത്. ആത്മാവ് നമുക്ക് തരുന്ന ഞരക്കങ്ങളിലൂടെയാണ് ദൈവം അത് സാധിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 100% ദൈവം 100% മനുഷ്യനുമാണ്. മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ദൈവം നമുക്ക് ഫേവറബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ക്രിസ്തുവിന്റെ വലിയ ധനമാണ്. നമ്മൾ വിശ്വാസത്തിലൂടെ പകരക്കാരനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിന് പകരം ക്രിസ്തു ചെയ്യുമ്പം അതിനൊരു ഭയങ്കര ക്ഷാമുണ്ട്, ഭയങ്കര ഒരു ഗ്രേസ് ഉണ്ട്, ഒരു തേജസ് ഉണ്ട്. ഞാൻ പ്രസംഗിക്കുന്നവരല്ല യേശു പ്രസംഗിക്കുന്നത്. അപ്പൊ പകരക്കാരൻ തുടർച്ചയായി എനിക്ക് പകരം ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പതുക്കെ പതുക്കെ ഞാൻ ആ തേജസിന്റെ അവകാശിയായി, ആ ബ്യൂട്ടിയുടെ അവകാശിയായിട്ട് മാറുകയാണ്. ഞാൻ സംസാരിക്കുന്നത് യേശു പകരക്കാരനായി ജീവിതകാലം മുഴുവൻ അങ്ങനെ ഞാനൊരു പഴക്കത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ പ്രവൃത്തികൾക്കെല്ലാം യേശു പ്രവർത്തിച്ചതിൻ്റെ ആ ഭംഗിയില്ല, എന്നാലും അടുത്തടുത്തടുത്ത് ചെല്ലുന്ന ഒരു കൃപയാൽ നമ്മൾ നിറയപ്പെടാൻ ഇടയായിത്തീരും. ദാറ്റ്സ് എ ഹെവൻലി ഗ്ലോറി. അത് നമ്മുടെ